പ്രേസ് ദ ലോർഡ്. ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ 95ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ദൈവദാസിദാസന്മാർ, ദൈവമക്കൾ, ഓൺലൈനിലൂടെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹബന്ധത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ഷണം നമ്മുടെ ദൈവം സൃഷ്ടിക്കായി കടന്നിട്ടുള്ളത് പാസ്റ്റർ അനീഷ് ജെ കരിങ്ങാടാണ്. പ്രിയ ദേവദാസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസൻ അമേരിക്കയിലുള്ള ചിക്കാഗോ എന്ന സ്ഥലത്ത് നിന്നുമാണ് കടന്നു വന്നിട്ടുള്ളത്. ചിക്കാഗോ പ്രയർ ലൈൻ എന്നറിയപ്പെടുന്ന ഓൺലൈൻ ഫെലോഷിപ്പ് പ്രിയ ദേവദാസൻ നടത്തി വരുന്നു. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ചു വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ദൈവവചന സന്ദേശം ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ദേവദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിന്റെ ധന്യമുള്ള നാമം മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ പ്രയർ ലൈനില് ഗോഡ് ഈസ് ലവ് വാട്സാപ്പ് കൂട്ടായ്മയുടെ 95ാമത് മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നതിന് എനിക്ക് കർത്താവ് നൽകിയ ഈ അവസരത്തിനായി ഞാൻ വളരെ സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസി ഓർപ്പിച്ചതുപോലെ ഈ പ്രയർ ഫെലോഷിപ്പ് ആരംഭിച്ച സമയം മുതൽ തന്നെ അതുമായിട്ട് സഹകരിക്കുന്നതിനും ബന്ധപ്പെട്ടിരിക്കുന്നതിനുമൊക്കെ കർത്താവ് എനിക്ക് അവസരം നൽകി. ഈ പ്രയർ ലൈനുമായും സിജി സിസ്റ്ററുമായും ഡെന്നീസ് ബ്രദറുമായിട്ടും ഒക്കെ ബന്ധപ്പെടുന്നത് വളരെ അവിചാരിതമായിരുന്നു. അവിചാരിതമെന്ന് നമുക്ക് തോന്നും, എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ അവിചാരിതമായിട്ട് ഒന്നുമില്ലല്ലോ. ഞാൻ കഴിഞ്ഞ കർത്താവിൻ്റെ ദാസി സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 6 വർഷങ്ങളായിട്ട് ഷിക്കാഗോ പ്രയർ ലൈൻ എന്ന ഒരു കൂട്ടായ്മയ്ക്ക് സൂം പ്രയർ മീറ്റിങ്ങിന് നേതൃത്വം നൽകുന്നതിന് കർത്താവ് എനിക്ക് അവസരം നൽകിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് 4 വർഷങ്ങളായിട്ട് 2021 മാർച്ച് മുതൽ ഒരു ദിവസമായിരുന്നു ആ മീറ്റിംഗ് 7 ദിവസവും നടത്തുന്നതിന് കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അത് 7 ദിവസം ആക്കാൻ നേരം ആളുകൾ പറഞ്ഞു, 7 ദിവസം മീറ്റിംഗ് നടത്തിയാൽ ആരാ വരുന്നത്, എല്ലാവർക്കും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ, 7 ദിവസവും മീറ്റിംഗ് നടത്തിയാൽ ആരും വരാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വിശ്വാസത്താൽ നമ്മൾ വെച്ച ആ കാൽവയ്പ് 7 ദിവസവും 7 ദേവദാസന്മാരും പ്രസംഗിക്കുകയും ആളുകൾ വലിയ ആൾക്കൂട്ടമൊന്നുമില്ല എങ്കിൽ തന്നെയും പതിവായിട്ട് അതിൽ ആളുകൾ വരികയും അതിൽ സംബന്ധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്നു. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6 മണിക്കാണ്. ഗൾഫിലുള്ളവർക്ക് കയറുന്നതിന് പ്രയാസമുണ്ട്, ചിലപ്പോൾ വ്യത്യാസമുള്ള സമയമാണല്ലോ. ഇന്ത്യൻ സമയം രാവിലെ 6 മണിക്ക് ഈ പ്രയർ മീറ്റിങ്ങിൽ പതിവായി സംബന്ധിക്കുന്ന ആളുകൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് വളരെ അനുഗ്രഹകരമായ ഒരു മീറ്റിംഗ് ആണെന്ന് പറഞ്ഞാൽ ദിവസം തുടങ്ങുന്നത് തന്നെ പ്രാർത്ഥനയോടുകൂടെ എല്ലാ ദിവസവും ദൈവവചനം കേട്ടുകൊണ്ട് തുടങ്ങുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ഒരു കൂട്ടായ്മയിൽ യൂട്യൂബിലൂടെ ഒക്കെ നമുക്ക് പ്രസംഗങ്ങളിൽ നിന്ന് കേൾക്കാൻ കഴിയും. 10,000-കണക്കിന് പ്രസംഗങ്ങൾ യൂട്യൂബിലുണ്ട്, ഒരു പഞ്ഞവുമില്ല. പക്ഷേ ഒരു കൂട്ടായ്മയിൽ വന്ന് ആളുകളെ കണ്ട ആ കൂട്ടായ്മയിൽ ഇരിക്കുന്നത് അനുഗ്രഹകരമാണല്ലോ. അങ്ങനെ ആ പ്രയർ മീറ്റിംഗ് നടക്കുന്ന സമയത്താണ് 3 വർഷങ്ങൾക്ക് മുൻപാണെന്ന് തോന്നുന്നു, സിസ്റ്റർ എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചു. അങ്ങനെ ഞാൻ സിസ്റ്ററിനെ ആ മീറ്റിങ്ങിൽ തിരുവചനം സംസാരിക്കുന്നതിനും സാക്ഷ്യം പറയുന്നതിനുമായിട്ടൊക്കെ ക്ഷണിച്ചു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് സിസ്റ്റർ ആദ്യമായിട്ടായിരുന്നു ഒരു പ്രയർ മീറ്റിങ്ങിൽ സൂം മീറ്റിങ്ങിൽ പ്രസംഗിക്കുന്നത്. അത് ഷിക്കാഗോ പ്രയർ ലൈൻ മീറ്റിങ്ങിലായിരുന്നു എന്ന് പിന്നീട് മനസ്സിലാക്കുന്ന സാഹചര്യം എനിക്ക് വളരെ സന്തോഷമുണ്ട്. അങ്ങനെ വേറെ പലരെയും അങ്ങനെ ആ മീറ്റിങ്ങിൽ ആരാണെങ്കിലും ഒരവസരം കൊടുക്കുന്നതിന് കർത്താവ് അതിനുള്ള അവസരം ഞാൻ തന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും ആ മീറ്റിങ്ങിൽ സിസ്റ്റർ സംബന്ധിച്ചതിന് ശേഷം ഈ ഗോഡ് ഈസ് ലവ് പ്രയർ മീറ്റിംഗ് വാട്സാപ്പ് കൂട്ടായ്മ ആരംഭിക്കുന്നതിന് ദൈവം മുഖാന്തരം കൊടുക്കുകയും അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ തൃശ്ശൂരിൽ ഹൈന്ദവരായ ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു കൺവെൻഷൻ നടത്തുകയൊക്കെ ചെയ്യുന്നതിന് കർത്താവ് സഹായിച്ചു. അതിനുശേഷം ഈ മീറ്റിംഗ് ഒരു ദിവസം പോലും മുടങ്ങാതെ വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നു എന്ന് കാണുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഈ മീറ്റിംഗ് നടത്തുന്നതിലുപരിയായിട്ട് സിസ്റ്റർ ഗാനങ്ങളൊക്കെ ആലപിച്ച് യൂട്യൂബിലൊക്കെ ഇടുകയും അത് എത്ര മാതൃകാപരമായ ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, ചിലർ പറയുമോ എനിക്ക് കഴിവൊന്നുമില്ല, ഞാൻ വലിയ പാട്ടുകാരനൊന്നുമില്ല. യേശുദാസിനെ പോലെ എല്ലാവർക്കും പാടാൻ കഴിയുകയില്ല, അതാരും പ്രതീക്ഷിക്കുന്നുമില്ല. എന്നാൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതായ കഴിവുകൾ ഉപയോഗിക്കുകയും ദൈവനാമത്തിനായി ഉപയോഗിക്കുകയും അത് പിന്നോട്ട് നിൽക്കാതെ നമ്മൾ മുന്നോട്ട് വന്ന് ദൈവനാമത്തിനായിട്ട് ആ കഴിവുകൾ ഉപയോഗിക്കുമ്പോൾ ദൈവം നമ്മളെ കൂടുതൽ അനുഗ്രഹിക്കുകയും
നമ്മൾ അനേകർക്ക് അനുഗ്രഹമായി തീരുകയും ചെയ്യും എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഈ ഗോഡ് ഈസ് ലവ് സൂം മീറ്റിങ്ങിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ഷിക്കാഗോ പ്രയർലൈനിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഞാൻ നേരുന്നു. ഈ പ്രയർ ലൈൻ വളരെ ശക്തമായിട്ട് വരട്ടെ. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും അത് വളരെയധികം അനുഗ്രഹമായി തീരട്ടെ, വിടുതലിന് മുഖാന്തരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഓരോ പ്രയർ ലൈനിൽ കയറുന്നത് ഇന്ന് ധാരാളം പ്രയർ ലൈനുകളുണ്ട്. നമ്മൾ അതിൽ അലക്ഷ്യമായി കയറി കുറച്ചു നേരമൊക്കെ കേട്ടിരുന്നു. അതുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനം ഉണ്ടാകുമെന്ന് തോന്നി. ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേട്ടുകൊണ്ടിരുന്നാൽ എന്താണ് പ്രയോജനം? നമ്മൾ ഒരാൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ആ ജോ എന്ന് പറഞ്ഞ ആ ബ്രദർ പ്രാർത്ഥിച്ചു, വളരെ ശക്തമായൊരു പ്രാർത്ഥനയായിരുന്നു. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. എത്ര അനുഗ്രഹമായ പ്രാർത്ഥനയാണ്. അതിങ്ങനെ നമ്മൾ നിസ്സംഗരായി ഇരിക്കുന്നത് കൊണ്ട് നമുക്ക് കാര്യമില്ല. നമ്മളും അതിൽ ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിലാണ് അതിൻ്റെ ആ ശക്തി എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. ഇന്ന് അധികം മുഖവരകളില്ലാതെ ഞാൻ തിരുവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. തിരുവചന ധ്യാനം എന്ന് പറയുമ്പോൾ ഞാൻ പ്രസംഗിക്കുന്നു, നിങ്ങൾ കേൾവിക്കാരായിരിക്കുന്നു എന്നതിലുപരി ഇത് നമ്മളൊരു കഥാപ്രസംഗം കേൾക്കുന്ന പോലെ കേട്ടിട്ട് കൊള്ളാം എന്നൊരു റിമാർക്ക് പറഞ്ഞിട്ട് പോയാൽ നമുക്കൊരു പ്രയോജനവുമില്ല. നമ്മൾ ആ തിരുവചനം നമുക്കറിയാം. നമ്മൾ ഉയർപ്പിനെ കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഉയർപ്പിൻ്റെ ആ സമയത്ത് ഉണ്ടായ ഒരു സംഭവമാണല്ലോ എമ്മൂസ്. യെരുശലേമിൽ നിന്ന് എമ്മൂസിലേക്ക് 2 ശിഷ്യന്മാർ 2 പേര് കാൽനടയായിട്ട് നടന്നു പോവുകയാണ്. 7-8 മൈൽ 6-7 മൈൽ ദൂരമുള്ള സ്ഥലമാണ്. അങ്ങോട്ട് നടന്ന് അവർ രാത്രിയിൽ പോവുകയാണ്. വൈകാറായ സമയത്ത് നടന്നു പോവുകയാണ്. അവർ യെരുശലേമിലെ കർത്താവിൻ്റെ ശുശ്രൂഷയിലെ പരസ്യ ശുശ്രൂഷയിലൊക്കെ വളരെ ആക്റ്റീവായി സംബന്ധിച്ചിരുന്ന ആളുകളാണ്. ക്ലയോപ്പാവ് കൂടെ ഒരാളും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് അവർ ചിന്തിക്കുകയാണ്, ഈ യേശു മശിഹയാണെന്ന് ഞങ്ങൾ വിചാരിച്ചു, മശിഹ അല്ലായിരുന്നു, അല്ലെങ്കിൽ അവൻ ക്രൂശിതനായി, എല്ലാം കഴിഞ്ഞു, അടക്കവും കഴിഞ്ഞു, ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായി, ഇനി എന്താണ്? ഇനി നമ്മുടെ സ്വന്തം ഗ്രാമമായ എമ്മൂസിലേക്ക് തിരിച്ചു പോയി അവിടെ എന്തെങ്കിലും കഴിയുന്ന ജോലികളൊക്കെ ചെയ്ത് നമുക്ക് ജീവിക്കാം എന്നുള്ള ചിന്തയോടുകൂടി അവർ നടന്നു പോവുകയാണ്, തിരിച്ചങ്ങ് പോവുകയാണ്. യെരുശലേമിൽ നിന്ന്, എല്ലാത്തിൻ്റെയും കേന്ദ്രമായ യെരുശലേമിൽ നിന്ന് അവരുടെ സ്വന്തം സ്ഥലത്തേക്ക് നടന്ന് പോവുകയാണ്. ഒരു പിന്മാറ്റത്തിൻ്റെ ഒരു അനുഭവം നമുക്ക് വേണമെങ്കിൽ പറയാം. കർത്താവിൻ്റെ ശുശ്രൂഷകളൊക്കെ സംബന്ധിച്ചതിന് ശേഷം അവർ പിന്മാറി അങ്ങ് പോവുകയാണ്. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ക്ലയോപ്പാവും കൂടെയുള്ള ആ ഒരാളുമെന്നേ അവിടെ എഴുതിയിട്ടുള്ളൂ. പക്ഷേ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? അവർ വാദിച്ചും തർക്കിച്ചും കൊണ്ട് പോകുമ്പോൾ യേശു അവരോട് അടുത്ത് നടന്നു എന്നാണ്. അപ്പോൾ വാദിച്ചും തർക്കിച്ചും കൊണ്ട് പോയി എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന മിക്കവാറും അവർ വേദപഠിതാക്കൾ ചിന്തിക്കുന്നത് ക്ലയോപ്പാവും ഭാര്യ മറിയയും ആയിരുന്നു എന്നാണ്. അതായത് പ്രത്യേകിച്ച് നമുക്ക് അവിടുന്ന് അതായിരിക്കാൻ വളരെ സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാകുന്നത് അവർ വാദിച്ചും തർക്കിച്ചും കൊണ്ട് പോയെന്നാണ്. മിക്കവാറും ഭാര്യയും ഭർത്താവും കൂടെ നടക്കുമ്പോഴാണ് ഈ വാദവും തർക്കവും ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അത് ഭാര്യയും ഭർത്താവും തന്നെ ആയിരിക്കാനാണ് സാധ്യത. എന്നാൽ അവരങ്ങനെ നടന്നു പോകുമ്പോൾ കർത്താവ് അവരോട് ചേർന്ന് നടന്ന് ആ തിരുവചനം ഒക്കെ അവരോട് സംസാരിക്കുകയും ആരംഭം, പഴയ നിയമത്തിൻ്റെ ആരംഭം മുതൽ, മോശയുടെ 5 പുസ്തകങ്ങൾ മുതൽ പ്രവാചകന്മാരുടെ സകല പുസ്തകങ്ങളിലും യേശുവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന, കർത്താവിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന പ്രവചനങ്ങൾ അവരോട് സംസാരിക്കുകയും ചെയ്തു. അതവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പൊരുൾ തിരിച്ചു കൊടുത്തു എന്നാണ്. നമുക്കറിയാം പ്രവാചക പുസ്തകങ്ങളിലെല്ലാം തന്നെ യേശുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്ന യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് എല്ലാ പുസ്തകത്തിലും പരാമർശങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, ഇത് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞത്. അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പിന്നീട് അവർ പറഞ്ഞത് എന്താണ്? അവൻ തിരുവചനം നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്നവർ ചോദിക്കുകയാണ്. അതായത് അവർ നിസ്സംഗരായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. ആ തിരുവചനം അവരുടെ ഹൃദയത്തിൽ വന്നപ്പോൾ അവരുടെ ഹൃദയവും ആത്മാവും ഒക്കെ കത്തുകയായിരുന്നു. അതായിരിക്കണം പ്രിയമുള്ളവരെ നമ്മൾ തിരുവചനം കേൾക്കുമ്പോൾ നമ്മൾക്കും സംഭവിക്കേണ്ടത്. നമ്മൾ ഇപ്പോൾ സാധാരണ നമ്മളെല്ലാവരും ഈ പ്രയർ ലൈനിലുള്ള മിക്ക ആളുകളും ധാരാളം പ്രയർ ലൈനുകളിൽ കയറുന്നവരാണല്ലോ, അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെയുള്ള ധാരാളം പ്രസംഗങ്ങളും ഒക്കെ കേൾക്കുന്നവരാണല്ലോ. അപ്പോൾ സാധാരണ രീതിയിൽ നമുക്ക് എന്ന് നമ്മൾ പ്രസംഗങ്ങൾ കേൾക്കുന്നത് കൊണ്ട് ബൈബിളിലെ മിക്കവാറും വാക്യങ്ങളിൽ നിന്നുള്ള പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ
നമ്മൾ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ ഒരു പാസ്റ്റർ ഒരു വാക്യം പറയുമ്പോൾ നമുക്ക് വളരെ പരിചിതമായ ഒരു വാക്യമാണെങ്കിൽ നമ്മൾ ചിന്തിക്കാറുണ്ടോ, ഇതിൻ്റെ അകത്ത് നിന്ന് എന്തോ കേൾക്കാനോ ഇത് ഞാൻ എത്ര പ്രാവശ്യം കേട്ടിരിക്കുന്നു, ഇതെല്ലാം എനിക്ക് അറിയാവുന്ന കാര്യമാണ് എന്ന് നമ്മൾ ചിന്തിച്ചു പോകാൻ സാധ്യതയുണ്ട്. പ്രിയമുള്ളവർ, തിരുവചനം കേൾക്കുന്നത് അങ്ങനെയല്ല. തിരുവചനം നമ്മൾ എത്ര പ്രാവശ്യം കേട്ടാലും അത് പുതിയതാണ്. ദൈവത്തിൻ്റെ വചനം ശക്തിയുള്ളതാണ്. അത് കേട്ടൊരു കാര്യങ്ങൾ മനസ്സിലാക്കുക ഉള്ളതിൽ ഉപരി, കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്, എന്നാൽ അതിലുപരി ആ വചനം റേമയായിട്ട് ദൈവശക്തിയായി നമ്മുടെ ഹൃദയങ്ങളിൽ വരികയും നമ്മുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുകയും നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുകയും നമ്മുടെ ജീവിതത്തിനൊരു വിടുതൽ നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് ദൈവവചന കേൾവി കൊണ്ടും ദൈവവചനം വായിക്കുന്നത് കൊണ്ടും ദൈവവചനം ധ്യാനിക്കുന്നത് കൊണ്ടും ഒക്കെ നമ്മൾ അർത്ഥമാക്കേണ്ടത്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, എവിടെങ്കിലും ഒരു വാക്യത്തിൻ്റെ ഒരു വാചകം കണ്ട് മാനസാന്തരപ്പെട്ടവരുണ്ട്. അല്ലെങ്കിൽ ഒരു കൺവെൻഷനിൽ ആ മൈക്കിൽ കൂടെ വിദൂരമായ ഒരു വാചകം കേട്ട് ദൈവഭാഗത്തേക്ക് ആത്മഹത്യ ചെയ്യാൻ പോയ ആള് ഒരു വാചകം കേട്ട് അയ്യോ എന്നാൽ ആത്മഹത്യ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് കർത്താവിലേക്ക് വന്ന് ജീവിതത്തിലെ വലിയ വ്യത്യാസങ്ങൾ വന്ന് രൂപാന്തരം പ്രാപിച്ച അനുഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതാണ് ദൈവവചനത്തിൻ്റെ ശക്തി. അതുകൊണ്ട് ഈ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. ഇന്ന് നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ കർത്താവെ, നീ എന്നോട് സംസാരിക്കണം, എൻ്റെ ജീവിതശൈലിക്ക് ഒരു വ്യത്യാസം ഉണ്ടാകണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമ്മൾ ഇരിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ കർത്താവ് ഇന്ന് നമ്മോട് സംസാരിക്കും. ഈ ദൈവവചനം ഒരു വാക്കുകളായി മാത്രം ഇരിക്കാതെ അത് ജീവനുള്ള വചനമായി നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു വലിയ ക്രിയ ചെയ്യും. അതിനായിട്ട് നമ്മെ തന്നെ ആദ്യമായി സമർപ്പിക്കാൻ ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യമാണ്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വാക്യം. അതികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് എന്ന് പ്രാർത്ഥിച്ചു. അതികാലത്തെ ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ടു ചെന്ന് ഒരു നിർജ്ജന സ്ഥലത്ത് എന്ന് പ്രാർത്ഥിച്ചു. ഇൻ ദ ഏർലി മോർണിംഗ് വൈൽ ഇറ്റ് വാസ് സ്റ്റിൽ ഡാർക്ക് ജീസസ് ഗോഡ് left the house and went away to a desolate place and prayed. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ പ്രാർത്ഥനയുടെ നല്ല സമയത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കാര്യങ്ങൾ അനുഭവിച്ച സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ഈ ദിവസങ്ങൾ ചെയ്യുന്നതിന് അവിടുന്ന് സഹായിക്കണം. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളെയും ഒരിക്കൽ കൂടെ തൃക്കരങ്ങളിൽ വെക്കുന്നു. കർത്താവെ, ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിന് ഞങ്ങളെ തുടർന്നും അവിടുന്ന് സഹായിക്കുന്നതിനായി സ്തോത്രം. പ്രത്യേകമായി അപകടത്തിൽപ്പെട്ടിരിക്കുന്ന ആ പൈതലിന് വേണ്ടി, ആ യുവാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ മേൽ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്നതായ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ മേൽ ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ. കർത്താവ് അത് ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇന്ന് ഈ പ്രേരണയിലായിരിക്കുന്ന എല്ലാവരെയും വ്യക്തികളായി കുടുംബങ്ങളായി തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. ഈ പ്രേരണയിലായി സ്തോത്രം. ഇത്രത്തോളം ഈ പ്രേയർ ലൈന് നടത്തുന്നതിന് കർത്താവിൻ്റെ മക്കളെ സഹായിക്കുന്നല്ലോ. ആവശ്യമായ എല്ലാ നന്മകളും അവർക്ക് തുടർന്നും നൽകുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇന്ന് ഞങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ഞങ്ങളെ തന്നെ ഈ വചനത്തിന് മുമ്പാകെ സമർപ്പിക്കുന്നതിനും അത് ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുന്നതിനും കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം. അടിയൻ്റെ വായിലെ വാക്കുകളും അടിയങ്ങളുടെ ഹൃദയങ്ങളിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ, അമേൻ. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ ശുശ്രൂഷ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ പ്രധാനമായും 3 തരത്തിലുള്ള ശുശ്രൂഷകളായിരുന്നു യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നു. ഒന്നാമതായിട്ട് പ്രസംഗ ശുശ്രൂഷ, പ്രീച്ചിങ്. ധാരാളം പ്രസംഗങ്ങൾ കർത്താവ് ചെയ്തു, പഠിപ്പിക്കുക, പ്രീച്ചിങ്. അത് ധാരാളം പേര് വന്ന് കേൾക്കുകയും ഒക്കെ ചെയ്തു. നമുക്കറിയാം, അവിടെ 5000 പുരുഷന്മാരെ അപ്പം നൽകിയ ആ സമയത്ത് എത്ര പേരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? 5000 പുരുഷന്മാരുണ്ട്. അന്നത്തെ കാലത്ത് പുരുഷന്മാരെ മാത്രമേ എണ്ണുകയുള്ളൂ. അന്ന് സ്ത്രീകളെയും കുട്ടികളെയും ഒന്നും എണ്ണുകയില്ല. ഈ കാലത്ത് നമുക്ക് ഫെമിനിസ്റ്റിനോടൊന്നും അത് പറയാൻ പറ്റുകയില്ല. അപ്പോൾ 5000 പുരുഷന്മാരുണ്ടെങ്കിൽ സ്ത്രീകളും കുട്ടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ. സ്ത്രീകളും കുട്ടികളും കൂടെ ഒരു 10,000 പേരെങ്കിലും ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം 10,000-15,000 പേര് ഉണ്ടായിരുന്ന അവിടെയാണ് കർത്താവ് പ്രസംഗിച്ചത്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എത്ര പരിമിതികൾക്കുള്ളിൽ നിന്നാണ്
കർത്താവ് അന്നത്തെ കാലത്ത് ആ ശുശ്രൂഷ ചെയ്തത്. 15,000 പേര് വരുന്ന ഒരിടത്ത് എങ്ങനെയാണ് ഒരാൾക്ക് പ്രസംഗിക്കുക? ഇന്ന് നമുക്ക് 100 പേരുണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ 50 പേരുണ്ടെങ്കിൽ തന്നെ നമ്മൾ പബ്ലിക് അഡ്രസ് സിസ്റ്റവും മൈക്കും എല്ലാവിധ സംവിധാനങ്ങളും ഒക്കെ വെച്ചാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. അല്ലാതെ ഒരു 100 150 പേരുണ്ടെങ്കിൽ 10 പേരുണ്ടെങ്കിൽ പോലും ഈ കാലത്ത് മൈക്ക് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അന്ന് 10-15,000 പേരൊക്കെ ഉള്ളിടത്ത് അങ്ങനെയാണ് കർത്താവ് പ്രസംഗിച്ചത്. അതുകൊണ്ട് പ്രസംഗ ശുശ്രൂഷ വളരെ ശക്തമായിട്ടുള്ള ഒരു ശുശ്രൂഷ. രണ്ടാമത്തേത് ടീച്ചിങ്. നമുക്കറിയാം കർത്താവ് പഠിപ്പിച്ചത് വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. അന്നത്തെ പരീശന്മാരും സദൂക്യരും യഹൂദ റബ്ബിമാരും ഒക്കെ പഠിപ്പിച്ചതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ, ലളിതമായിട്ടുള്ള രീതിയിൽ അവർക്ക് അറിയാവുന്ന ഉപമകൾ ഉപയോഗിച്ചൊക്കെയാണ് കർത്താവ് പഠിപ്പിച്ചത്. നമുക്കറിയാം അന്നത്തെ രീതിയിലെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ തത്വശാസ്ത്രവും ആളുകൾക്ക് മനസ്സിലാകാത്ത രീതിയിലൊക്കെയുള്ള പഠിപ്പീരാണ്. എന്നാൽ കർത്താവ് ആണെങ്കിൽ എന്താണ്, എങ്ങനെയാണ് പഠിപ്പിച്ചത്? അവർക്ക് അറിയാവുന്ന അനുദിന ജീവിതത്തിൽ കാണുന്ന, അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, ദിവസം തോറും അവർ കാണുന്ന കാര്യങ്ങളിലൂടെ വളരെ അർത്ഥവത്തായ ആഴമേറിയ ആത്മീക സത്യങ്ങൾ കർത്താവ് പഠിപ്പിക്കുകയാണ്. ഒരു ആടിനെ കുറിച്ച്, അവർ ആട്ടിടയരായിരുന്നില്ല, യഹൂദന്മാർ മിക്കവരും ആട്ടിടയരായിരുന്നു. ആടിനെ കുറിച്ച്, ഒരു ആട് കാണാതെ പോകുന്നതിനെ കുറിച്ച്, ഞാൻ നല്ല ഇടയനാകുന്നു, അവർക്ക് അറിയാം. ആ കാര്യങ്ങളൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ വിത്ത് വിതയ്ക്കുന്നത് എന്നും അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അവരുടെ സാമൂഹ്യ ജീവിതത്തിൽ നിന്നുള്ളൊരു കാര്യമാണ് മുടിയൻ പുത്രന്റെ ഉപമ, അല്ലെങ്കിൽ സ്നേഹസമ്പൂർണനായ ആ പിതാവിന്റെ ഉപമ. നമുക്കെപ്പോഴും ആ ഉപമ മുടിയൻ പുത്രന്റെ ഉപമ എന്ന് പറയാനാണ് ഇഷ്ടം. നമ്മളെ എവിടെ ആളുകൾ മുടിഞ്ഞു പോകുന്നത്, അല്ലെങ്കിൽ ആളുകളെ എവിടെയാ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നത്, അതൊക്കെയാ വാർത്തകൾ കേൾക്കാനും വായിക്കാനും ഒക്കെ നമുക്കിഷ്ടം. എന്നാൽ ആ പിതാവിന്റെ, സ്നേഹസമ്പൂർണനായ പിതാവിന്റെ കാര്യമാണല്ലോ അവിടെ പ്രധാനമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതൊക്കെ അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ, എന്നും അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ. അതിൽ നിന്നൊക്കെ വളരെ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ്, കഥകൾ പറഞ്ഞ്, അതിലൂടെ ആഴമായിട്ടുള്ള ദൈവിക സത്യങ്ങളാണ് കർത്താവ് പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രബോധന ശുശ്രൂഷ വളരെ ശക്തമായിട്ട് കർത്താവ് ചെയ്തു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പറഞ്ഞത് എന്താണ്, ഈ കർത്താവ് പഠിപ്പിക്കുന്നത് കേട്ടിട്ട് ഈ സ്റ്റോക്കിംഗ് വിത്ത് അതോറിറ്റി, വളരെ അധികാരത്തോടു കൂടെയാണ്. അല്ല, ശാസ്ത്രിമാരും പരീശന്മാരും ഒക്കെ അവർക്ക് വളരെയധികം ആഴമായിട്ടുള്ള ജ്ഞാനമൊക്കെ ഉണ്ടായിരുന്നു. അവർ 10-12 വർഷമൊക്കെ അന്നത്തെ സ്കൂളിൽ ഒക്കെ പഠിക്കുന്ന ആളുകളായിരുന്നു. നമുക്കറിയാം പൗലോസ് ഗമാലിയലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ച ആളാണ്. അന്നത്തെ ഒരു യൂണിവേഴ്സിറ്റിയിൽ, ഇന്ന് ഹാർവാർഡിലോ യേൽ യൂണിവേഴ്സിറ്റിയിലോ ഇവിടുത്തെ അമേരിക്കയിലെ ഐവി ലീഗ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളാണ്. അവിടെയൊക്കെ പഠിക്കുന്ന പോലെയാണ് പൗലോസ് അന്ന് ഗമാലിയലിന്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ചത്. പിന്നെ മൂന്നാമതായിട്ട് കർത്താവ് ചെയ്ത ഒരു ശുശ്രൂഷയാണ് സൗഖ്യം, ഹീലിംഗ് മിനിസ്ട്രി. പ്രസംഗ ശുശ്രൂഷ, പ്രബോധന ശുശ്രൂഷ, സൗഖ്യം നൽകുന്ന ശുശ്രൂഷ, പ്രീച്ചിങ്, ഹീലിംഗ്, ടീച്ചിങ്. ഈ സ്ഥലകാല പരിമിതികൾക്കൊക്കെ അതീതമായിട്ടാണ് കർത്താവ് ഈ ശുശ്രൂഷകളൊക്കെ ചെയ്തത്. നമുക്കറിയാം ഇന്ന് ഉണ്ടായിരുന്ന യാതൊരുവിധ ടെക്നോളജിയും 2000 വർഷം മുമ്പ്, അല്ലെങ്കിൽ ഇന്നലെ 2000 വർഷം മുമ്പിലത്തെ കാര്യം എടുത്തത് 100 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ആളുകൾ ജീവിച്ചിരുന്നതിൽ നിന്നും എത്രയോ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. 100 വർഷത്തെ കാര്യം പോട്ടെ, 20 വർഷം മുമ്പ് നമ്മൾ ജീവിച്ചിരുന്നതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായിട്ടാണ്, 20, 25, 30 വർഷം മുമ്പ് നമ്മൾ ജീവിച്ചിരുന്നതിൽ നിന്നും എത്രയോ വ്യത്യസ്തമായിട്ടാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് ഐഫോൺ ഇല്ലാതെ, അല്ലെങ്കിൽ സ്മാർട്ട് ഫോണൊക്കെ ഇല്ലാതെ ഉള്ള ജീവിതം, അല്ലെങ്കിൽ നമ്മൾ യാത്ര പോവുകയാണെങ്കിൽ സ്മാർട്ട് ഫോണിലെ ഗൂഗിളിലെ മാപ്പ് ഇല്ലാതെ എങ്ങനെയാണ് പോകുന്നത്? ഞാനിവിടെ വന്ന സമയത്ത് ഈ 25 വർഷം മുമ്പ് അങ്ങനെയുള്ള മാപ്പൊന്നും ഇല്ലായിരുന്നെങ്കിലും ഈ ഡ്രൈവ് ചെയ്ത് അമേരിക്കയിൽ ഇവിടുന്ന് ഷിക്കാഗോയിൽ നിന്ന് ന്യൂയോർക്കിലേക്കും മറ്റു സ്ഥലത്തേക്കും ഒക്കെ പോകുന്നതിന് അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആളുകൾ പോയിരുന്നു. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, വളരെയധികം പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് കർത്താവ് തൻ്റെ ശുശ്രൂഷ ചെയ്തത്. അന്നത്തെ ഏറ്റവും 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 നല്ല ഒരു യാത്ര എന്ന് പറഞ്ഞാൽ കർത്താവ് ചെയ്തൊരു യാത്ര കഴുതയുടെ പുറത്ത് കയറിയുള്ള യാത്രയായിരുന്നു. കർത്താവ് ഏറ്റവും ലക്ഷൂറിയസ് ആയിട്ട്, അല്ലെങ്കിൽ ഏറ്റവും സൗകര്യപ്രദമായ ഒരു യാത്ര ചെയ്തത് കഴുതയുടെ പുറത്തുള്ള യാത്രയായിരുന്നില്ല. എന്നാൽ കർത്താവിൻ്റെ ആ ശുശ്രൂഷ വെറും 3.5 വർഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ 3.5 വർഷം കൊണ്ട് ഈ ലോകത്തെ കർത്താവ് മാറ്റിമറിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആ പരിമിതികൾ, എന്തെല്ലാം പരിമിതികളായിരുന്നു
കർത്താവിനുണ്ടായിരുന്നു. അന്നത്തെ ടെക്നോളജി അത് തന്നെ വലിയൊരു പരിമിതി. പിന്നെ ഒരു യഹൂദ റബ്ബി എന്നുള്ള അതില് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, അങ്ങനെയുള്ള പരിമിതികൾ. പക്ഷെ കർത്താവ് ആ പരിമിതികളെയൊക്കെ അതിജീവിച്ചു എന്നുള്ളതാണ്. ഒരു കാരണവശാലും ഒരു യഹൂദ റബ്ബി, ഒരു യഹൂദൻ ശമരിയയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അവര് അങ്ങോട്ട് പോകേണ്ടി വന്നാൽ ശമരിയയിൽ കൂടെ പോകാതെ ശമരിയ ചുറ്റിയാണ് 3 ഇരട്ടി യാത്ര ചെയ്താണ് അവർ ഓരോ വഴിക്ക് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ കർത്താവ് ആ ശമരിയ പട്ടണത്തിൽ കൂടെ പോവുകയാണ്. എന്നാൽ ഒരു യഹൂദ ഒരു ഒരു സ്ത്രീയോട് സംസാരിക്കാൻ ഒരു യഹൂദ റബ്ബി ഒരിക്കലും ഒരു സ്ത്രീയോട് ഒറ്റയ്ക്ക് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കർത്താവ് ആ സ്ത്രീയോട് ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ആശ്ചര്യപ്പെട്ടു പോയി എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. ഇങ്ങനെയുള്ള എല്ലാവിധ പരിമിതികളെയും അതിജീവിച്ചുകൊണ്ടാണ് കർത്താവ് തൻ്റെ ശുശ്രൂഷ ചെയ്തത്. ഒരു പരിമിതികളും കർത്താവിന് തടസ്സമായില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഇന്ന് ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഓ ഓ കുറച്ചുകൂടെ ഫണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് മിനിസ്ട്രി ഒക്കെ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല, വേറെ എനിക്ക് ദൈവവേലയ്ക്കൊക്കെ പോകണമെന്നുണ്ട്, പക്ഷെ എൻ്റെ സാഹചര്യം എന്നെ അനുവദിക്കുന്നില്ല എന്നൊക്കെ ആളുകൾ ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത് ചിലപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ വിളിക്കുന്നെങ്കിൽ, കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് പോകുന്നെങ്കിൽ ഒരു ഫണ്ടും ആവശ്യമില്ലെന്നുള്ളതാണ് സത്യം. ഒരു ഫണ്ട് നമ്മൾ സ്വരൂപിച്ച് വെക്കേണ്ട. കർത്താവ് തന്നെ പ്രത്യേകിച്ച് പറഞ്ഞ എന്താണ്, നിങ്ങൾ 70 പേരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിട്ടപ്പോൾ കർത്താവ് പ്രത്യേകം പറഞ്ഞതാണ്, നിങ്ങൾ സഞ്ചിയും പോക്കണും ഒന്നും എടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. അതുകൊണ്ട് കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പോവുകയാണെങ്കിൽ കർത്താവ് തന്നെ അതിനെ കരുതും എന്നുള്ളതാണ് നമ്മൾ തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, ജോർജ് മുള്ളർ എന്ന് പറഞ്ഞ ഒരു വലിയ മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ധാരാളം അനാഥാലയങ്ങൾ നടത്തിയിരുന്ന ഒരു വ്യക്തിയാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ. ജോർജ് മുള്ളർ, അദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രാർത്ഥനാവീരനായ ജോർജ് മുള്ളർ എന്നാണ്. എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ ബാലകഥകൾ എന്ന CLS ക്രിസ്ത്യൻ ലിറ്ററേച്ചർ സൊസൈറ്റി പ്രസിദ്ധീകരിച്ചിരുന്ന ബാലകഥകൾ എന്ന് പറഞ്ഞ കുട്ടികൾക്കുള്ള ചെറിയൊരു പുസ്തകം ഉണ്ടായിരുന്നു. അതിൽ ഞാൻ വായിച്ചതായ ഒരു ജോർജ് മുള്ളർ, പ്രാർത്ഥനാവീരനായ ജോർജ് മുള്ളർ, പ്രിയമുള്ളവരെ, അദ്ദേഹം ധാരാളം അനാഥാലയങ്ങളും 10,000 2,000 കുട്ടികളൊക്കെ താമസിച്ചിരുന്ന അനാഥാലയങ്ങളാണ് ഇംഗ്ലണ്ടിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ നടത്തിയിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം അനുഭവകഥകളുണ്ട്, അനുഭവ സംഭവങ്ങളുണ്ട്. അതൊന്നും പറയാൻ ഇപ്പോൾ സാവകാശമില്ലല്ലോ. എന്നാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തം അനുഭവത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞ എന്താണ്, 50,000-ഓളം എൻ്റെ പ്രാർത്ഥനകൾക്ക് 50,000-ഓളം പ്രാർത്ഥനകൾക്ക് വ്യക്തിപരമായി എനിക്ക് ഉത്തരം ലഭിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത്. ഒരിക്കൽ പോലും അദ്ദേഹം ഈ അനാഥാലയങ്ങൾ നടത്തുന്നതിന് വേണ്ടി ആരോടും ഒരു ഫണ്ട് പിരിച്ചില്ലെന്നുള്ളതാണ്. ഒരിക്കൽ ഒരു സമ്പന്നനായ ഒരു വ്യവസായി അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ജോർജ് മുള്ളർ, താങ്കൾ ചെയ്യുന്ന ഈ വലിയ പ്രവർത്തനങ്ങൾക്കൊക്കെ ഞാൻ കാണുന്നുണ്ട് വളരെ അനുമോദനങ്ങൾ. അതുകൊണ്ട് അടുത്ത ഒരു 3 വർഷത്തേക്ക് 2-3 വർഷത്തേക്ക് ഞാൻ താങ്കളുടെ ഈ അനാഥാലയങ്ങളെല്ലാം സ്പോൺസർ ചെയ്യാം. അപ്പം വേറെ ആരോടും ചോദിക്കുകയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകയോ ഒന്നും ചെയ്യേണ്ട, 2-3 വർഷത്തേക്ക് ഞാൻ പൂർണ്ണമായിട്ട് സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ വിനയാന്വിതനായ ജോർജ് മുള്ളർ പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല, ഞാൻ വിശ്വാസത്താലാണ് ഇത് നടത്തുന്നത്. ഇന്ന് വരെ ഒരു വ്യക്തിയോട് പോലും ഇത് നടത്തുന്നതിന് വേണ്ടി ഞാൻ പണം ചോദിച്ചിട്ടില്ല, ദൈവത്തോട് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് താങ്കൾ എനിക്ക് 4-5 വർഷത്തേക്ക് ഇത് നടത്താനായിട്ടുള്ള പണം തരികയാണെങ്കിൽ ഞാൻ പിന്നെ ദൈവത്തോട് ചോദിക്കാതെ എൻ്റെ വിശ്വാസം കുറഞ്ഞു പോകും. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, ഞാൻ വിശ്വാസത്താൽ തന്നെ ഞാൻ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് മറുപടി പറഞ്ഞതായിട്ടാണ് ചരിത്രം. പ്രിയമുള്ളവരെ, ഇതൊക്കെ ഇന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് അതിശയമായിട്ട് തോന്നും. ദേവദാസന്മാരൊക്കെ സ്പോൺസർഷിപ്പിന് വേണ്ടിയും ഫണ്ടിന് വേണ്ടിയൊക്കെ ഓടുന്ന ഈ കാലത്ത് ഇതൊക്കെ നമുക്ക് വളരെ അതിശയമായിട്ട് തോന്നും. പക്ഷേ ഇതൊക്കെ ചരിത്രത്തിൽ തന്നെ സംഭവിച്ച കാര്യങ്ങളാണ്. വിശ്വാസത്താൽ കഴിയാത്തതായിട്ടൊന്നുമില്ല. നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നെങ്കിൽ കർത്താവ് നമ്മെ നടത്തും എന്നുള്ളതാണ് തിരുവചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന പരമമായ സത്യം. എന്നാൽ ഇന്ന് അതുപോലെ തന്നെ കർത്താവിൻ്റെ ആ ശുശ്രൂഷയുടെ പരിമിതികൾ നോക്കുകയാണെങ്കിൽ കർത്താവ് ആരെയാണ് തിരഞ്ഞെടുത്തത്? തൻ്റെ ഈ ശുശ്രൂഷ തന്നോട് കൂടെ ഇരിക്കുന്നതിനും തൻ്റെ ശുശ്രൂഷ തനിക്ക് ശേഷം ഈ ശുശ്രൂഷ നടത്തുന്നതിനും വേണ്ടി തിരഞ്ഞെടുത്ത 12 പേര് സമൂഹത്തിൽ ഏറ്റവും നിരക്ഷരകുക്ഷികളായിട്ടുണ്ടായിരുന്ന ആളുകളാണ്. അന്നത്തെ സമൂഹത്തിലെ ആളുകൾ നോക്കുമ്പോൾ
യാതൊരുവിധ ബാക്ക്ഗ്രൗണ്ടോ സാമ്പത്തികമായോ സാമൂഹ്യമായോ വിദ്യാഭ്യാസപരമായോ യാതൊരുവിധ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതിരുന്ന നിസ്സാരന്മാരെന്ന് തോന്നിയ ആളുകളെയാണ് കർത്താവ് തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഈ ശുശ്രൂഷയിൽ തനിക്ക് സഹായത്തിന് വേണ്ടി തെരഞ്ഞെടുത്തത്. അന്ന് ദൈവശാസ്ത്രം പഠിച്ച, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ ആ, ശാസ്ത്രീയമായിട്ടുമൊക്കെ ദൈവശാസ്ത്രം പഠിച്ച വളരെ പണ്ഡിതന്മാരായ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. നമുക്ക് അറിയാം, കർത്താവിനെ കാണാൻ വന്ന നിക്കോദെമോസ് വളരെ പണ്ഡിതനായ, സമൂഹത്തിൽ വലിയ സ്ഥാനമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ അന്ന് കർത്താവിന്റെ സമയത്ത് തന്നെ പൗലോസ് ഉണ്ടായിരുന്നല്ലോ, ശൗല്, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഗമാലിയലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് ന്യായപ്രമാണം മുഴുവൻ അരച്ച് കലക്കി വളരെ വർഷങ്ങൾ പഠിച്ച ഒരു വ്യക്തിയാണ്. എന്നാൽ അങ്ങനെയുള്ള ആരെയും കർത്താവ് തെരഞ്ഞെടുക്കാതെ ഏറ്റവും വിനയാന്വിതമായ രീതിയിൽ മുക്കുവരായിട്ടുള്ള ആളുകളെ, അല്ലെങ്കിൽ സമൂഹത്തിൽ ഏറ്റവും തള്ളപ്പെട്ടതായിരുന്ന ചുങ്കക്കാരെ, അന്ന് അങ്ങനെ സമൂഹം കൊള്ളരുതാത്തവരെന്ന് മുദ്ര കുത്തിയ, അല്ലെങ്കിൽ യാതൊരുവിധ സാമൂഹ്യമായിട്ടുള്ള ഒരു സ്ഥാനവുമില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്തതായിട്ടുള്ള അങ്ങനെയുള്ള ആളുകളെയാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരായിട്ട് തെരഞ്ഞെടുത്തത്. പിന്നീട് നമുക്കറിയാം, ഇവരാണ് ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരായിട്ട് ആയിത്തീർന്നത്. പ്രിയമുള്ളവർ, അതുകൊണ്ട് കർത്താവ് ചെയ്ത കാര്യങ്ങൾ അതുപോലൊക്കെ ഇന്ന് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ കാതലായിട്ടുള്ളൊരു ചോദ്യമാണ്. നമ്മൾ ഇന്ന് ലോകത്തിന്റെ രീതിയിലാണ് നമ്മളെ സഭയൊക്കെ നിയന്ത്രിക്കാനും സഭയൊക്കെ ഭരിക്കുവാനും ഒക്കെ ശ്രമിക്കുന്നത്. കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ ലോകത്തിന്റെ ആളുകൾ ശക്തരായവർ അവർക്ക് നേതൃത്വം നൽകുന്നത്, നിങ്ങളിൽ അങ്ങനെ ആകരുത്, ഏറ്റവും ചെറിയവനാണ് നിങ്ങളുടെ നേതാവായിട്ട്. അതൊക്കെ ഇന്ന് ആരോടെന്തോ പറയാനാണ്, നമ്മളതൊന്നും ഇന്ന് എങ്ങും കാണുന്നില്ല. സഭയ്ക്കുള്ളിലും ലോകത്തിലെ പോലെ തന്നെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്നത്. എന്നാൽ കർത്താവ് പ്രാധാന്യം കൊടുത്ത രീതിയിൽ നമുക്ക് കാര്യങ്ങൾക്ക് കാണുന്നതിനും നമ്മുടെ ജീവിതത്തെ വീക്ഷിക്കുന്നതിനുമൊക്കെ നമുക്ക് സാധിക്കുമോ? കർത്താവ് പ്രാധാന്യം കൊടുത്ത ശുശ്രൂഷകൾക്ക് നമുക്ക് പ്രാധാന്യം കൊടുക്കാനായിട്ട് സാധിക്കുമോ? കർത്താവ് തൻ്റെ ശുശ്രൂഷയ്ക്ക്, തൻ്റെ പഠിപ്പിക്കലുകൾക്ക് ലോകത്തിൽ അന്ന് വരെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു പുതിയ മാനമാണ് നൽകിയത്. അങ്ങനെ നമുക്കിന്ന് ചെയ്യാനായിട്ട് കഴിയുമോ? അങ്ങനെ കഴിഞ്ഞാൽ ഇന്ന് ഈ ലോകത്തെ കീഴ്മേൽ മറിക്കുവാനായിട്ട് സഭയ്ക്ക് കഴിയും. അല്ലെന്നുണ്ടെങ്കിൽ സഭ ശക്തമല്ലാതെ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ എന്നാണ് നമുക്ക് തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഇന്ന് ഞാൻ വായിച്ചതായ ആ വാക്യത്തിൽ നിന്നും ചുരുക്കമായ ചില കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിക്കണമെന്ന് അത്ര കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. വെറും 6 വാക്കുകൾ മാത്രമുള്ള ഒരു ചെറിയൊരു വാക്യമാണ്. നമുക്കതിനകത്ത് വലിയ പ്രാധാന്യമൊന്നും തോന്നാത്തൊരു വാക്യമാണ്. കർത്താവ് രാവിലെ എഴുന്നേറ്റ് പോയി പ്രാർത്ഥിച്ചു എന്ന് മാത്രം പറയുന്ന ഒരു വാക്യമാണ്. എന്നാൽ നമ്മൾ കുറച്ചുകൂടെ ആ വാക്യത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, അതിന് ഗൗരവമായിട്ട് നമ്മൾ ആ വാക്കുകൾ ചിന്തിക്കുമ്പോൾ, കർത്താവിൻ്റെ ആ ജീവിതശൈലിയുടെയും പ്രാർത്ഥനാ ശൈലിയുടെയും ഒക്കെ ആഴം നമുക്ക് മനസ്സിലാക്കുന്നതിന് സാധിക്കും. നമുക്കറിയാം, കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നിടത്ത് പലയിടത്തും ഇങ്ങനെയാണ്, അവൻ പതിവ് പോലെ ആരാധനാലയത്തിലേക്ക് പോയി, അവൻ പതിവ് പോലെ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു, അവൻ പതിവ് പോലെ തിരുവചനം വായിച്ചു എന്നൊക്കെയാണ്. നമ്മൾ വല്ലപ്പോഴും നമുക്ക് സമയമുള്ളപ്പോഴും സൗകര്യമുള്ളപ്പോഴും ചെയ്യുക എന്നുള്ളതല്ല, പതിവ് പോലെ കർത്താവ് ചെയ്തു എന്നുള്ളതാണ്. ഈ വായിച്ചതായ വാക്യത്തിൽ നിന്നുള്ള 6 വാക്കുകൾ ചുരുക്കമായിട്ട് ഒന്ന് ചിന്തിക്കണം എന്നത്രേ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ അവിടെ കണ്ട വാക്ക് അതികാലത്ത് അവൻ ഇരുട്ടോടെ ഇരുന്ന. അതികാലത്ത്, ഏർലി ഇൻ ദ മോർണിംഗ്. നമുക്കറിയാം, പ്രഭാതം പൊട്ടി വിടരുമ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താണ്? കുറച്ചുകൂടെ ഒന്ന് പുതപ്പൊക്കെ വലിച്ചിട്ട് ഉറങ്ങാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. എന്നാൽ അതികാലം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് ഒരു അനുകൂല സാഹചര്യമായിട്ട് തോന്നത്തില്ല. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ വളരെ അതികാലത്തെ 3 മണിക്കോ 4 മണിക്കോ ഒക്കെ എഴുന്നേറ്റ് പോകണമെങ്കിൽ വളരെ അസൗകര്യമായിട്ടാണ് നമ്മൾ തോന്നുന്നത്. നമ്മൾ അലാറമൊക്കെ വെച്ച് പ്രത്യേകിച്ച് ഉണർന്ന് ഒക്കെയാണ്. ഒരുപക്ഷെ അങ്ങനെ എവിടെയെങ്കിലും വളരെ നേരത്തെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കിടന്നാലും ഉറക്കവും വരികയില്ല. രാവിലെ പോകണമല്ലോ എന്ന് ചിന്തിച്ച് നമുക്ക് ഉറക്കവും ചിലപ്പം വരികയില്ല. അപ്പം അതികാലത്തെന്ന് പറയുന്നത് പലതുകൊണ്ടും ഒരു അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം അല്ല, ഒരു പ്രതികൂല സാഹചര്യമാണ്. അതികാലം എന്ന് പറയുമ്പോൾ മിക്ക ആളുകളും ഉറങ്ങുന്നതായ ഒരു സമയമാണ്. രാത്രിയും പകലും വേർപിരിയുന്നതായ ഒരു സമയമാണ് അതികാലം. നമുക്കറിയാം, അതികാലത്ത്
ചെയ്ത കാര്യങ്ങൾ പലതും നമ്മൾ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒക്കെ വായിക്കുന്നുണ്ട്. അധികാലത്ത് വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഈ അതിരാവിലെയാണ് നടന്നത്. നമ്മൾ യേശുവിൻ്റെ ഉയർപ്പിനെ കുറിച്ചൊക്കെ ചിന്തിക്കുകയായിരുന്നല്ലോ. ആ യേശുവിൻ്റെ ഉയർപ്പ് അതികാലത്താണ് നടന്നത്. ആ കല്ലറയ്ക്കൽ ആ സ്ത്രീകൾ പോയത് അതികാലത്ത് ഇരുട്ടുള്ളപ്പോൾ തന്നെ അവർ പോവുകയാണ്. അതുപോലെ തന്നെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നപ്പോഴാണ് ഇരുട്ടുള്ളപ്പോൾ തന്നെ അതികാലത്ത് തിബരിയാസ് കടൽക്കരയിൽ അവർ മീൻ പിടിച്ച ആ ഇരുട്ടുള്ളപ്പോൾ തന്നെയാണ് കർത്താവ് അവർക്ക് പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് അതികാലത്ത് എഴുന്നേൽക്കുക, പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതായ ഒരു കാര്യമാണ്. നമ്മളൊരു പാട്ട് തന്നെ ഉണ്ടല്ലോ, പഴയ ഒരു പാട്ടാണല്ലോ, അതിരാവിലെ തിരുസന്നിധി അണയുന്ന ഒരു സമയേ. വളരെ അർത്ഥവത്തായ ഒരു പാട്ടാണല്ലോ. അതുകൊണ്ട് ഒന്നാമത് അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ദൈവസന്നിധിയിലേക്ക് ചെല്ലുക എന്നുള്ളതാണ് അനുകൂലമായിട്ടുള്ളൊരു. നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് രാവിലെയൊക്കെ എഴുന്നേറ്റ് ബെഡ് കോഫിയൊക്കെ കുടിച്ച് ഒന്ന് ശാന്തപ്പെട്ട അനുകൂലമായ സമയത്തിന് വേണ്ടിയൊക്കെ നമ്മൾ പലപ്പോഴും കാത്തിരിക്കുകയാണ്. കർത്താവ് അനുകൂലമായ സാഹചര്യത്തിന് വേണ്ടി കാത്തിരിക്കാതെ അതികാലത്ത് തന്നെ പ്രതികൂല സാഹചര്യത്തിൽ തന്നെ അവന് എഴുന്നേറ്റ് പോവുകയാണ്. ഇത് തന്നെ നമ്മുടെ ജീവിതത്തിൽ മൊത്തമായിട്ട് നോക്കിയാൽ ഇത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം. നമ്മൾ പ്രതികൂലങ്ങളെ അതിജീവിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അല്ലെങ്കിൽ ഒരു മിനിസ്ട്രി ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എന്തിനാണ് അധികാലത്ത് തന്നെ എഴുന്നേൽക്കുമ്പോൾ തന്നെ, അതായത് കാണിക്കുന്ന ഒന്നാമത് ചെയ്യുന്ന ഒരു കൃത്യം എന്നുള്ള രീതിയിലാണ് ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നതായ ഒരു കാര്യം. വാട്ട് ഈസ് അവർ പ്രയോറിറ്റി? ജീവിതത്തിലെ കർത്താവ് എഴുന്നേറ്റപ്പോൾ തന്നെ അതികാലത്ത് തന്നെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പലരും സുവിശേഷ വേല ചെയ്യാനും ദൈവവേല ചെയ്യാനും ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മളതൊരു പ്രയോറിറ്റി ആയിട്ടാണോ നമ്മളത് കാണുന്നത്? അതോ മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ ചെയ്യാം, നമ്മുടെ സൗകര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാം? കർത്താവ് നോക്കുന്നത് എപ്പോഴും ഇങ്ങനെയാണ്. ഇംഗ്ലീഷിൽ ഇങ്ങനെയുണ്ട്, ഗോഡ് ലുക്സ് അറ്റ് യുവർ അവൈലബിലിറ്റി ആൻഡ് നോട്ട് അറ്റ് യുവർ എബിലിറ്റി. നമ്മുടെ കഴിവുകളിലല്ല. ഹി ഈസ് നോട്ട് ലുക്കിംഗ് അറ്റ് അവർ എബിലിറ്റി, മോർ ദാൻ ദാറ്റ് ഹി ലുക്സ് അറ്റ് അവർ അവൈലബിലിറ്റി. നമ്മുടെ കഴിവ് എന്നതിലുപരി നമ്മുടെ അവൈലബിലിറ്റി, നമ്മുടെ സന്നദ്ധതയാണ് കർത്താവ് എപ്പോഴും നോക്കുന്നത്. നമുക്കറിയാം, കർത്താവ് പലരെയും വിളിച്ചു, എന്നെ അനുഗമിക്കൂ എന്ന് തന്നെ കർത്താവ് പലരോടും പറഞ്ഞു. പക്ഷേ പലർക്കും അത് കഴിഞ്ഞില്ല. അവരുടെ പ്രയോറിറ്റി അതല്ലായിരുന്നു. ഒരാൾ പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിനെ ഒക്കെ ശവസംസ്കാരം കഴിഞ്ഞിട്ട് നിന്നെ വന്ന് അനുഗമിക്കാം. നമ്മൾ വിചാരിക്കും പിതാവ് മരിച്ച് അവിടെ കിടക്കുക, അതുകൊണ്ട് ശവസംസ്കാരം കഴിഞ്ഞിട്ട് അതിലൊക്കെ ഇന്ന് സംബന്ധിച്ചിട്ട് വരാനായിരിക്കും. അപ്പോൾ കർത്താവ് അത് സമ്മതിച്ചില്ലല്ലോ, എന്തൊരു ക്രൂരതയായിപ്പോയെന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും. പക്ഷെ അദ്ദേഹം പറഞ്ഞത്, എൻ്റെ പിതാവ് അടക്കിയിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടാനുള്ള വീതമൊക്കെ കിട്ടി. നമുക്കറിയാം, യഹൂദന്മാരുടെ രീതി അനുസരിച്ച് അവരുടെ പിതാവ് മരിച്ച് കഴിഞ്ഞതിന് ശേഷമേ അവർക്ക് കിട്ടാനുള്ള ഇൻഹെറിറ്റൻസ്, അവർക്ക് കിട്ടാനുള്ള അവകാശങ്ങൾ, ആ കുടുംബത്തിന്റെ വീതം അവർക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഭവനത്തിൽ പോയി താമസിച്ച് എൻ്റെ പിതാവ് എന്നാ മരിക്കുന്നത് അറിയത്തില്ല, 5-6 വർഷം കഴിയുമായിരിക്കും, അല്ലെ എത്രയെങ്കിലും കൊല്ലം കഴിഞ്ഞ് മരിക്കുന്ന ഉടനെ എനിക്ക് കിട്ടാനുള്ള വീതമൊക്കെ കിട്ടി, ഞാനത് ബാങ്കിലും ഒക്കെ ഇട്ട് എല്ലാം സുരക്ഷിതമായിട്ട് ഞാൻ വരാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കർത്താവ് പറഞ്ഞു, അങ്ങനെ വരണ്ട, അങ്ങനെ വരുന്നവനെ എനിക്ക് ആവശ്യവുമില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. പിന്നീട് സമ്പന്നനായ ഒരുത്തൻ കർത്താവിൻ്റെ അടുത്തോട്ട് വന്ന് പറഞ്ഞു, ഞാൻ നിത്യജീവനെ അവകാശമാക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ എന്താ ചെയ്യേണ്ടത്? കർത്താവ് പറഞ്ഞു, ഓക്കെ, ഈ കൽപ്പനയോടൊക്കെ പാലിക്ക്, ഞാനെല്ലാം ചെയ്യുന്നുണ്ട്. കർത്താവിനെ നോക്കി അവനെ സ്നേഹിച്ചെന്നാണ്. അവൻ ചെയ്യുന്നുണ്ടായിരുന്നു, മാതാപിതാക്കളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു, അവരെ കരുതുന്നുണ്ടായിരുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു, കരുതുന്നുണ്ടായിരുന്നു. പക്ഷേ കർത്താവ് പറഞ്ഞ്, എന്നാൽ ഒരു കാര്യം കൂടി ചെയ്ത്, ദൈവത്തെ പൂർണ്ണമായിട്ട് സ്നേഹിക്കാനായിട്ട് നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുത്തിട്ട് വരാൻ പറഞ്ഞു. അവനത് കഴിഞ്ഞില്ല. എന്നാൽ ഞാൻ ചിലപ്പം ചിന്തിക്കാറുണ്ട്, ആ മനുഷ്യന്റെ പേര് പോലും നമുക്ക് അറിയത്തില്ലല്ലോ. എന്നാൽ അവന്റെ ആ പണമെല്ലാം അവൻ സമ്പന്നനായിരുന്നു, നമ്മളോട് വായിക്കുന്നത്. സമ്പന്നനായിരുന്നുകൊണ്ട് അവനത് കഴിഞ്ഞില്ല. അവൻ ആ പണമെല്ലാം വിട്ടുകളയാൻ, മറ്റുള്ളവർക്ക് കൊടുത്തു കളയാനായിട്ട്, തീർത്ത് കളയാനായിട്ട് അവന് സാധാരണ നമുക്ക് എല്ലാവർക്കും തോന്നുന്ന പോലെ തന്നെ അവനും തോന്നിയില്ല എന്നുള്ളതാണ്. എന്നാൽ ഞാൻ ചിലപ്പം ചിന്തിക്കാറുണ്ട്, ആ മനുഷ്യൻ എന്നാൽ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, അവന്റെ എല്ലാം വിറ്റിട്ട് അവൻ എല്ലാവർക്കും കൊടുത്തിട്ട് കർത്താവിനെ അനുഗമിച്ചിരുന്നെങ്കിൽ അവൻ ഒരുപക്ഷെ ആ 12 ശിഷ്യന്മാരിൽ ഒരാളായി തീർന്ന് ഇന്ന് അദ്ദേഹം എഴുതിയ സുവിശേഷമോ ലേഖനമോ ഒക്കെ നമ്മൾ ചിലപ്പം വായിച്ചേനെ. അദ്ദേഹത്തിന്റെ പേര് ഇന്നും നമ്മൾ പറഞ്ഞേനെ. ഈ വ്യക്തി ആരാണെന്നോ പേരെന്താണെന്നോ ഒന്നും നമുക്ക് അറിയല്ല.
അവനൊരു മണ്ടനായി പോയല്ലോ എന്നുള്ള ചിന്തയിലാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, ദൈവകാര്യങ്ങൾക്ക് നമ്മൾ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്ന് സ്വയമായിട്ട് നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. നമ്മൾ ഈ പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്നു, നമ്മൾ എന്നാൽ ഒരു 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 പ്രയോറിറ്റിയുടെ ഒരു അനുഭവം വരുമ്പോൾ നമ്മൾ ദൈവകാര്യങ്ങൾക്ക് നമ്മുടെ സ്വന്തം കാര്യം മാറ്റി വെച്ചിട്ട് ദൈവകാര്യങ്ങൾക്ക് പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ടോ? കർത്താവിൻ്റെ ജീവിതത്തിൽ അത് തന്നെയാണ് കർത്താവ് കാണിക്കുന്നത്. തൻ്റെ ശിഷ്യന്മാരൊക്കെ അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. ശിഷ്യന്മാരോടൊന്നും അവൻ തനിയെ എഴുന്നേറ്റ് പോയെന്നല്ല, ശിഷ്യന്മാർ രണ്ടു പേരെ കൂടെ അവരുടെ കൂടെ പോയെന്ന് നമ്മൾ വായിക്കുന്നില്ല. അവൻ തനിയെ എഴുന്നേറ്റ് പോയി എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. എന്നാൽ ശിഷ്യന്മാരെല്ലാം സുഖമായിട്ട് അവിടെ സുഖമായിട്ട് അവർ ഉറങ്ങുന്ന സമയത്ത് കർത്താവ് പ്രാർത്ഥിക്കാനായിട്ട് അധികാലത്ത് തന്നെ പോവുകയാണ്. നമുക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? പ്രാർത്ഥനയുടെ പ്രാധാന്യമാണ്. അധികാലത്ത് രണ്ടാമത്തെ വാക്ക് നമ്മളവിടെ കാണുന്ന ഇരുട്ടോടെ എഴുന്നേറ്റ്. പ്രിയമുള്ളവരെ, ഇരുട്ട് തിന്മയുടെ ശക്തികളെ കാണിക്കുന്നതാണ്. ബൈബിളിൽ ധാരാളം സ്ഥലങ്ങളിൽ ഇരുട്ടിനെ കുറിച്ചും രാത്രിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നൈറ്റ്സ് ഓഫ് ബൈബിൾ അത് തന്നെ ഒരു വലിയൊരു വിഷയമാണ്. സ്പിരിച്വൽ ബ്ലൈറ്റ്നസ് എന്നാണ് ഇരുട്ട് കാണിക്കുന്നത്. ദൈവമില്ലാത്തതായ പ്രവൃത്തിയാണ് കാണിക്കുന്നത്. ഇരുട്ടിന്റെ പ്രവൃത്തികളെ നിങ്ങൾ വിട്ട് കളയുക എന്ന് പറയുമ്പോൾ ദൈവമില്ലാത്തതായിട്ടുള്ള പ്രവൃത്തികളെ കാണിക്കും. അതുപോലെ തന്നെ അവരുടെ അവരുടെ കണ്ണുകളെ അവൻ കുരുടാക്കി ഇരുട്ടാക്കി കളഞ്ഞു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. രാത്രി പലപ്പോഴും ബൈബിളിൽ രാത്രി എന്ന് പറയുന്നത് അസംഭവ്യതകളുടെ ഒരു സമയമാണ്. കാര്യങ്ങൾ സംഭവിക്കാത്ത തടസ്സങ്ങളുടെ ഒരു സമയമായിട്ടാണ് രാത്രിയെ കാണിക്കുന്നത്. നമുക്കറിയാം, ആ സ്ത്രീകള് കർത്താവിൻ്റെ കല്ലറയിലേക്ക് ഓടി ചെന്നപ്പോൾ അവര് ഒരു തടസ്സം ഉണ്ടെന്ന് അവർക്കറിയാം. അവർ ചോദിക്കുക, ഈ ഇത്ര ഭീമാകാരമായ ആ കല്ല് ആരാണ് നമുക്ക് വേണ്ടി ഉരുട്ടി മാറ്റുന്നത്? ആരത് മാറ്റും? നമ്മളെ കൊണ്ട് കഴിയത്തില്ല എന്നുള്ളത് ഷുവറാണ്. ആരത് മാറ്റും? ആ തടസ്സം ഉണ്ട്. എന്നാൽ ആ തടസ്സത്തെ അതിജീവിച്ചുകൊണ്ട് ആ തടസ്സം അവരെ അവിടെ നിർത്തിയില്ല. ആ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിനെ അതിജീവിക്കാനായിട്ട് അവര് ഉത്സാഹത്തോടുകൂടെ പോവുകയാണ്. അതുപോലെ തന്നെ നിഷ്ഫലതയാണ്, പാഴും ശൂന്യമായിട്ട് കിടക്കുന്നതിനെയാണ് ഇരുട്ട് കാണിക്കുന്നത്. നമ്മൾ ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അന്ധകാരം ഭൂമിയെ ഇരുൾ മൂടിയിരുന്നു, പാഴും ശൂന്യവുമായി ഭൂമി കിടന്നു എന്നാണ്. അന്ധകാരം കാണിക്കുന്ന പാഴും ശൂന്യവുമായിട്ട് കിടക്കുന്നതിനെയാണ്. അതുപോലെ തന്നെ ഇരുട്ട് ഭയം ഉളവാക്കുന്നതാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഒരു 8-10 വയസ്സൊക്കെ ഉള്ള സമയത്ത് രാത്രിയിൽ വെളിയിലേക്ക് നോക്കുമ്പോൾ എല്ലാം ഇരുട്ടാണ്, ഭയങ്കരമായ പേടിയാണ്. ഇരുട്ടിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഭയമാണ്. അയ്യോ, ആരാ വരുന്നത്, എന്തുവാ വരുന്നത്? അന്ന് നമ്മളെ പിള്ളേരെ പേടിപ്പിക്കാനായിട്ട് എന്ന് പറഞ്ഞ മോനെ ഉമ്മാക്കി വരും, അങ്ങോട്ട് പോകരുതെന്നൊക്കെ പറഞ്ഞ് മാതാപിതാക്കൾ കുറച്ച് പേടിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ ഇരുട്ട് എന്ന് പറയുന്നത് ഭയമുണ്ടാക്കുന്നതാണ്, പ്രയോജനരഹിതമായിട്ടുള്ള സമയമാണ്. നമുക്കറിയാം, ഇല്ലായ്മയുടെ സമയമാണ്. കർത്താവ് പറഞ്ഞ ഉപമയിൽ രാത്രിയിൽ ഒരുവൻ ചെന്ന് സ്നേഹിതനോട് വായ്പ ചോദിക്കുകയാണ്. 3 അപ്പം എനിക്ക് വായ്പ തരണമെന്ന് ചോദിക്കുകയാണ്. ഇല്ലായ്മയുടെ സമയം. നമ്മൾ ആരെങ്കിലും ചെന്ന് ഒരു അപ്പം വായ്പ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ ഈ കർത്താവിൻ്റെ ശിഷ്യന്മാർ രാത്രി മുഴുവൻ മീൻ പിടിക്കുകയാണ്. രാത്രി മുഴുവൻ അധ്വാനിച്ചു. കർത്താവ് ആ പ്രഭാത സമയത്തിൽ അവരോട് ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചല്ലോ, കൂട്ടുവാൻ വല്ലതും ഉണ്ടോ, എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുകയാണ്, നാഥാ, ഇല്ല, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, എങ്കിലും ഞങ്ങൾക്ക് ഒന്നും ലഭിച്ചില്ല എന്നാണ്. നിഷ്ഫലതയുടെ പ്രയോജനരഹിതമായിട്ടുള്ള അധ്വാനത്തെ കുറിക്കുന്നതാണ് ഈ രാത്രിയും ഇരുട്ടും ഒക്കെ. നമുക്കറിയാം പ്രിയമുള്ളവരെ, എന്തെല്ലാം അധ്വാനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. സമയമില്ലാത്തതുപോലെ മനുഷ്യനോടുകയാണ്. പ്രത്യേകിച്ച് ഇവിടെ അമേരിക്കയിലാണെങ്കിൽ നമുക്ക് ഞാനും ഗൾഫിൽ ജോലി ചെയ്യാണ്. ദോഹയിൽ 5 വർഷം ജോലി ചെയ്താണ്, ദുബൈയിൽ 2 വർഷം ജോലി ചെയ്താണ്. അവിടെയൊക്കെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് ഒരു മാസമാണല്ലോ ശമ്പളം കിട്ടുന്നത്. നമ്മൾ കൂടുതൽ ഓവർ ടൈം ചെയ്യാം, എന്നാലും ഒരു മാസമാണ് നമുക്ക് ശമ്പളം കിട്ടുന്നത്. അപ്പം ചെയ്താലും ചെയ്തില്ലല്ലോ ഒരു മാസം നമുക്ക് ശമ്പളം കിട്ടും. അങ്ങനെയാണ്. ഇവിടെയാണെങ്കിൽ ഒരു മണിക്കൂർ അനുസരിച്ചാണ് ശമ്പളം കിട്ടുന്നത്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ വരുന്നവർ 2-3 മണിക്കൂർ ഞായറാഴ്ചയോ ശനിയാഴ്ചയോ ഒക്കെ 3-4 മണിക്കൂർ ജോലി ചെയ്യാമെന്ന് ചോദിച്ചാൽ ഉടനെ ഓടിച്ചെല്ലും. അല്ലെങ്കിൽ ചർച്ചിൽ പോകേണ്ട സമയം, അല്ല പ്രാർത്ഥനയ്ക്ക് പോകേണ്ട സമയമാണെങ്കിലും 2-3 മണിക്കൂറൂടെ ജോലി ചെയ്താൽ
അത്രയും പൈസ കിട്ടുമല്ലോ എന്നൊക്കെ ചിന്തിക്കും. എന്നാൽ എന്തെല്ലാം നമ്മൾ അധ്വാനിച്ചാലും കർത്താവ് നമുക്ക് നൽകിയില്ലെങ്കിൽ നമുക്ക് പ്രിയമുള്ളവരെ എന്താണ് നിഷ്ഫലമായ അധ്വാനം? ചിലപ്പോൾ ജീവിതത്തിന്റെ അവസാനത്തിലൊക്കെ നോക്കുമ്പോൾ തിരിഞ്ഞു നോക്കുന്ന ഒരു നിരാശയോടെ ഇരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ചില വർഷങ്ങളെ ചാപ്ലൈനായിട്ട് ജോലി ചെയ്താണ്. ചാപ്ലൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അമേരിക്കയിലുള്ള ഒരു ജോലിയാണ്, ഹോസ്പിറ്റലിൽ ഉള്ള ഒരു ജോലിയാണ്. ഹോസ്പിറ്റൽ ഹോസ്പൈസ് ആണ്. നമ്മൾ അവിടുത്തെ രോഗികളെ ചെന്ന് സന്ദർശിക്കുക. അതൊരു ഫുൾ ടൈം ജോലിയാണ്. നമുക്ക് സാലറി ഒക്കെ ഉണ്ട്, നേഴ്സിനൊക്കെ കിട്ടുന്ന സാലറി പോലെ അത്രയും ഇല്ലെങ്കിൽ തന്നെ അതുപോലൊക്കെയുള്ള അതുപോലുള്ള മാസ ശമ്പളം, അങ്ങനെയുള്ള ശമ്പളമുണ്ട്. നമ്മൾ അവരെ കാണുക, അവരോട് സംസാരിക്കുക. ഇപ്പം ആരെങ്കിലും പെട്ടെന്ന് മരിക്കുകയാണെങ്കിൽ ആ ഫാമിലിയുടെ കൂടെ ഇരിക്കുക, അവർക്ക് പ്രാർത്ഥന താല്പര്യം ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക, അതൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ ധാരാളം ആളുകളും പ്രായമുള്ളവരാണല്ലോ രോഗികളായിട്ട് വരുന്നത്, മിക്ക ആളുകൾ. അപ്പോൾ അവരോടൊക്കെ ഞാൻ ചിലരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാണോ, ലൈഫിനെ കുറിച്ച് എല്ലാം സംതൃപ്തിയാണോ? മിക്ക ആളുകളും പറഞ്ഞിട്ടുള്ളത് ഇല്ല, ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അത്ര സന്തോഷമില്ല, കുറച്ചുകൂടെയൊക്കെ നല്ലതായിട്ടൊക്കെ ചെയ്യാമായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നു എന്നൊക്കെയാണ് ജീവിതത്തിന്റെ സായാഹ്നത്തിൽ പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ എന്തിനു വേണ്ടിയാണ് അധ്വാനിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് നമ്മുടെ ജീവിതവും സമയവും ഒക്കെ ചെലവഴിക്കുന്നത് എന്ന് വളരെ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എന്നാൽ കർത്താവിനോട് കൂടെ നമ്മൾ അധ്വാനിക്കുന്നെങ്കിൽ ഇതെല്ലാം നമുക്ക് നമ്മുടെ ജീവിത സായാഹ്നത്തിലോ എപ്പോഴാണെങ്കിലും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് നിരാശയ്ക്ക് ഇടയാകത്തില്ല. നമ്മുടെ സമയം ദൈവകാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചെങ്കിൽ അല്പസമയം കിട്ടുന്നത്, നമുക്ക് അല്പം കഴിവുകളുള്ളത് ദൈവനാമബോധത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നിരാശയ്ക്ക് ഒരിക്കലും അവകാശം ഉണ്ടാകുകയില്ല. നമുക്ക് സന്തുഷ്ടരായി തന്നെ നമ്മുടെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ കഴിയും എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇരുട്ടോടെ തന്നെ അസംഭവ്യതകളുടെ ആ സാഹചര്യത്തിൽ തന്നെ, അല്ലെങ്കിൽ തടസ്സങ്ങളുടെ ആ സാഹചര്യത്തിൽ തന്നെ കർത്താവ് തടസ്സങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ട് അധികാലത്ത് ഇരുട്ടോടെ, മൂന്നാമതായിട്ട് നമ്മൾ കാണുന്ന വാക്ക് എഴുന്നേറ്റ്, ആ സാഹചര്യത്തിൽ കർത്താവ് എഴുന്നേൽക്കുകയാണ്. എഴുന്നേൽക്കുക എന്ന് പറയുന്നത് വളരെയധികം അർത്ഥതലങ്ങളുള്ള ഒരു വാക്കാണ്. ബൈബിളിൽ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് വളരെയധികം പല മാനങ്ങളുള്ള ഒരു വാക്കാണ് എഴുന്നേൽക്കുക. നമുക്കറിയാം, എഴുന്നേൽക്കുക എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നത് നെഹമ്യാവിന്റെ പുസ്തകത്തിലാണ്. അവിടുത്തെ ഒരു പ്രധാന വാക്യമായിട്ട്, ഒരു കുറുവാക്യമായിട്ട് പറയുന്നതാണ് എഴുന്നേറ്റു പണിയുക, എറൈസ് ആൻഡ് ബിൽഡ്. നമുക്കറിയാം, നെഹമ്യാവ് യെരുശലേമിന്റെ മതിലുകളൊക്കെ ഇടിഞ്ഞു കിടക്കുന്നത് കണ്ട വേദനയോടുകൂടെ അത് പണിയുന്നതിന് വേണ്ടി ചെന്നപ്പോൾ എത്രമാത്രം ശത്രുതയാണ് അവിടെ ഉണ്ടാകുന്നത്. സൻബല്ലത്തും തോബിയാവും വളരെ ശക്തന്മാരായ ശത്രുക്കള് നെഹമ്യാവിനെ തടയുന്നതിനും അപകടപ്പെടുത്തുന്നതിനും വേണ്ടി, കൊന്നുകളയുന്നതിനും വേണ്ടിയൊക്കെ ശ്രമിക്കുകയാണ്. എന്നാൽ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നെഹമ്യാവ് പറയുകയാണ്, ഞങ്ങൾ ദൈവത്തിന്റെ ദാസന്മാരെ, ഞങ്ങൾ എഴുന്നേറ്റ് പണിയും, ഞങ്ങള് നിസ്സംഗരായി നിഷ്ക്രിയരായിട്ട് ഇവിടെ ഇരിക്കത്തില്ല. വി വിൽ അറൈസ് ആൻഡ് ബിൽഡ്. എഴുന്നേൽക്കുക. അങ്ങനെ നമുക്കറിയാം, എല്ലാ ശത്രുക്കളെയും പരാജയപ്പെടുത്തിക്കൊണ്ട്, എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട്, ചുരുങ്ങിയ സമയം കൊണ്ട് ഇടിഞ്ഞു കിടന്നതായ യെരുശലേമിന്റെ മതിലുകളൊക്കെ അദ്ദേഹം അണിഞ്ഞു എന്ന് നമുക്ക് അവിടെ വായിക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഏലിയാവ് വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണ്. ഒരു രാഷ്ട്രത്തിനെതിരെ, ഒരു രാജാവിനെതിരെ ഒക്കെ ഒറ്റയ്ക്ക് എതിരെ നിന്ന, കർത്താവിന് വേണ്ടി ഒറ്റയ്ക്ക് നിന്നൊരു വ്യക്തിയാണ് ഏലിയാവ്. 900 പ്രവാചകന്മാരെ, ബാലിന്റെ അശേര പ്രവാചകന്മാരെ 950 പേര് അവിടെ നിൽക്കുമ്പോൾ ഏലിയാവ് ഒറ്റയ്ക്ക് അവരെതിരെ നിൽക്കുകയാണ്. പ്രിയമുള്ളവര്, ഒരു 10 പേര് നമ്മുടെ എതിരെ വന്നാൽ നമ്മൾ പേടിച്ചു പോകും. എന്നാൽ അങ്ങനെ നിന്ന് ശക്തനായ ഏലിയാവ് അതിനുശേഷം എന്താണ് ചെയ്തത്? ഇസബല തന്നെ കൊല്ലുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഏലിയാവ് ഭയപ്പെട്ട് ഓടിപ്പോയി ആ ചൂരച്ചെടിയുടെ ഇരുന്ന് അവിടെ പറയുകയാണ്, കർത്താവേ, ഇത്രയും മതി, എൻ്റെ ജീവിതമൊക്കെ ഇത്രയും മതി, എൻ്റെ ജീവനെ എടുക്കണമേ എന്ന് അവിടെ പറയുകയാണ്. എന്നാൽ ആ ജീവനെയൊക്കെ എടുക്കുക വളരെ നിരാശനായിട്ട്, ഇങ്ങനെ വളരെ ഡെസ്പറേറ്റ് ആയിട്ട്, വളരെ നിരാശനായിട്ട്, ഒരു വിഷാദ രോഗിയെ പോലെ അവിടെ ഇരിക്കുകയാണ്. ഡിപ്രഷനൊക്കെ വന്ന്
അവിടെ ഡിപ്രസ്ഡായിട്ട് ഏലിയ പറയാ, എനിക്ക് അങ്ങ് ചത്താ മതി, ഇനിയും ദൈവമേ നീ, നമ്മളങ്ങനെ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, കർത്താവ് എനിക്ക് അങ്ങ് ചത്താ മതി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. ചാകാനൊന്നുമല്ല അവർ പറയുന്നത്, ചുമ്മാ പറയായിരിക്കും. പക്ഷെ ഏലിയാവ് പറയാണ്, കർത്താവ് നീ എൻ്റെ ജീവനെ എടുക്കുക, നീ ചത്താ മതി. പക്ഷെ അവിടെ ദൈവം എന്താണ് ഏലിയാവിനോട്, ഏലിയാവേ നിന്റെ ആ മിഷന്, നിന്റെ പ്രവർത്തനം ഒന്നും കഴിഞ്ഞിട്ടില്ല, നീ അവിടെ ഇങ്ങനെ നിഷ്ക്രിയരായി ഇരിക്കേണ്ടവനല്ല, നീ അവിടെ നിന്ന് എഴുന്നേൽക്കൂ, എഴുന്നേറ്റ് തിന്നുക എന്ന് പറയുകയാണ്. കാക്കയെ കൊണ്ടാണ്, സാധാരണ കാക്ക നമ്മുടെ നമുക്കറിയാം, പിള്ളേരൊക്കെ അപ്പമൊക്കെ തിന്നുമ്പോൾ കാക്ക വന്ന് കൊടുക്കുകയല്ല, തട്ടിപ്പറിച്ചുകൊണ്ട് പോവുക, കുത്തിക്കൊണ്ട് പോവുക ചെയ്യുന്നത്. ആ കാക്ക ഏലിയാവിന് അപ്പം കൊടുത്ത്, കർത്താവ് പറയാണ്, നീ എഴുന്നേറ്റ് തിന്നുക, നീ അവിടെ നിന്ന് ഈ ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന്, നീ വിഷാദ രോഗിയായിട്ട് വിഷാദത്തോടുകൂടെ നിരാശനായിട്ട് ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് നീ ഒന്ന് എഴുന്നേറ്റ് നിനക്ക് നീ വലിയ കാര്യങ്ങൾ ചെയ്യാറുണ്ട്, ആഹാബിന്റെ രഥത്തിന്റെ മുന്നേ നീ ഒന്ന് ഓടുക എന്നൊക്കെ കർത്താവ് പറയുകയാണ്. അങ്ങനെ ഏലിയാവ് ആ കുതിര വലിക്കുന്ന രഥത്തിന്റെ മുന്നിൽ കുതിരക്കാളും വേഗതയിൽ ഏലിയാവ് ഓടുകയാണ്. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ ഗെത്ശമനയില് കർത്താവ് അവിടെ വന്നിട്ട് പറയുകയാണ്, ശിഷ്യന്മാരോട് നിങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ക്ഷീണിതരായിട്ട് കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട്, ഇനി ഞാൻ ഒരു ക്രൂശിതനാകാൻ പോവുകയാണ്, ഞാൻ മരിക്കാൻ പോവുകയാണ്, 3 ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നു, അവർക്ക് യാതൊന്നും മനസ്സിലാക്കുന്നില്ല, എന്തായി പറയുന്നത് ഒന്നും മനസ്സിലാകാതെ വളരെ സംശയങ്ങളൊക്കെ വന്ന് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് അവർ ക്ഷീണിതരായിട്ട് അവിടെ ഉറങ്ങുകയാണ്. ആ ഉറങ്ങുന്ന സമയത്ത് കർത്താവ് വന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് അല്പസമയമെങ്കിലും എന്നോടുകൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലയോ, ഇനിയിപ്പോൾ മതി, ഇനിയിപ്പോൾ ഈ ഉറങ്ങുമ്പോൾ എഴുന്നേൽക്ക്, ഇനിയിപ്പോൾ എങ്ങോട്ട് പോയാണ്, കാൽവറിയിലേക്ക് പോവുകയാണ്. എഴുന്നേൽക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്നും ആയിരിക്കേണ്ട സ്ഥലത്തേക്ക് പോകുന്നതിനായിട്ടുള്ള ആണ് നമ്മൾ എഴുന്നേൽക്കുന്നത്. ഫ്രം ബീയിങ് ടു ബിക്കമിങ്, നാം ആയിരിക്കുന്നതിൽ നിന്നും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നാം ആയിരിക്കേണ്ടതായ ആ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ് എഴുന്നേൽക്കുന്ന 60-ാമത്തെ യെശയ്യാവിന്റെ 60-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കുക, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. നീ ഇങ്ങനെ ഇരിക്കേണ്ടവനല്ല, നീ ഒന്ന് എഴുന്നേറ്റ് മറ്റുള്ളവർ ഈ ലോകത്തിന് മുമ്പിൽ ഒന്ന് പ്രകാശിക്കുക, ദൈവത്തിന്റെ തേജസ് നിന്റെ മേൽ ഉദിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്, എഴുന്നേക്കാൻ വയ്യാതെ ഓരോ കാര്യങ്ങളും പറഞ്ഞ്, എൻ്റെ അത് നഷ്ടപ്പെട്ടു പോയി, ഇത് നഷ്ടപ്പെട്ടു പോയി, അല്ല ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞ് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലര് ഈ വിഷാദ രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എഴുന്നേക്കാനേ പറ്റത്തില്ല, അവർ രാവിലെ മുതൽ വൈകിട്ട് വരെ കിടക്കയിലങ്ങ് കിടക്കുക, എപ്പോഴും അങ്ങ് കിടക്കുക. അത് കർത്താവ് പറയുന്നത് അങ്ങനെയല്ല, നമ്മൾ എഴുന്നേറ്റ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ഒരു പദവിയിലേക്ക്, ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എഴുന്നേറ്റ് പോകേണ്ടതാണ്. അവർ അധികാലത്ത് ഇരുട്ടോടെ എഴുന്നേറ്റ് പുറപ്പെട്ട്, 4-മത് നമ്മൾ കാണുന്ന വാക്യമാണ് പുറപ്പാടെന്ന് പറയുന്നത് ബൈബിളിലെ 2-മത്തെ തന്നെ ഒരു പുസ്തകമാണ്. വളരെ അധികം പ്രാധാന്യമുള്ളൊരു വാക്കാണ് പുറപ്പെട്ടു പോകുക എന്നുള്ളത്. നമുക്കറിയാം, അടിമത്തത്തിൽ 400 വർഷത്തെ അടിമത്തത്തിൽ നിന്നും അവർ പുറപ്പെട്ട് സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നു കയറിയാണ്. പുറപ്പാടെന്ന് പറയുന്നത് എപ്പോഴും വേദനാജനകമായ ഒരു കാര്യമാണ്, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കിപ്പോൾ ഒരു ജോലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ആ ജോലിയിൽ നിന്ന് വേറൊരു ജോലിയിലേക്ക് പോകാന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന ആളുകളെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ആ ജോലി നമുക്ക് എല്ലാ വിധത്തിലും പരിചിതമായ സാഹചര്യങ്ങളിൽ നിന്നും അപരിചിതമായ ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. പുറപ്പാടിൻ്റെ ഒരു വേദനയുണ്ട്, അതേ സമയത്ത് തന്നെ ലീവിങ് ഈസ് പെയിൻഫുൾ, അത് അതേ സമയത്ത് തന്നെ പുതിയതായ ഒരു സ്ഥലത്തേക്ക് എന്ന് അതിൻ്റെതായ ഒരു സന്തോഷവും. ആ 20 ലക്ഷം പേര് ആ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടവർ പോവുകയാണ് ആ കരാദേശത്തേക്ക്, വാഗ്ദത്ത നാട്ടിലേക്ക്, പാലും തേനും ഒഴുകുന്നതായ ആ സ്ഥലത്തേക്ക് പോവുകയാണ്. പക്ഷെ അവരുടെ ആ യാത്ര എന്ന് പറഞ്ഞ് എത്ര ദുഃഖങ്ങളും എത്ര ദുരിതങ്ങളും നിറഞ്ഞതായ ഒരു യാത്രയായിരുന്നു. അതുകൊണ്ട് ആ അബ്രഹാം ദൈവശബ്ദം കേട്ട് പുറപ്പെട്ടു പോവുകയാണ്. എങ്ങോട്ട് പോകുന്നതെന്ന് അറിയത്തില്ല. അബ്രഹാമിനോട് ചോദിക്കുക, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? എങ്ങോട്ടാണെന്ന് അബ്രഹാമിന് അറിയത്തില്ല. പക്ഷേ ദൈവത്തിന്റെ ശബ്ദം കേട്ട് പുറപ്പെട്ടു പോവുകയാണ്. ആ വിശ്വാസത്തോടുകൂടെ അബ്രഹാം പോവുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവിനോടുകൂടെയുള്ള ഒരു പുറപ്പാട്, ദൈവശബ്ദം കേട്ട് ഉള്ള പുറപ്പാട് എന്നും സഫലമായി തീരുന്നതായ ഒരു പുറപ്പാട് ആണ്. നമുക്കറിയാം, ആ അന്ത്യോക്യയിലെ സഭയില്
അവരൊരുമിച്ചിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ആ പരിശുദ്ധാത്മാവിൻ്റെ ആ നൽവരങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുമ്പോൾ, ആ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവരോട് പറയുകയാണ്, പൗലോസിനെയും ബർന്നബാസിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി അവരെ വേർതിരിക്കൂ എന്ന് പറയുകയാണ്. നമുക്കറിയാം, അങ്ങനെ അവര് വേർതിരിക്കപ്പെട്ട് അവര് ശുശ്രൂഷയ്ക്ക് വേണ്ടി പോവുകയാണ്. അതാണ് ഒന്നാമത്തെ മിഷണറി യാത്ര. ആദ്യമായിട്ട് പൗലോസ് പോകുന്നതായ ഒരു യാത്രയാണ് ആ ഒന്നാമത്തെ മിഷണറി യാത്ര. നമുക്കറിയാം, ആ യാത്രയിലൂടെ ഏതെല്ലാം സ്ഥലങ്ങളിലാണ് സുവിശേഷം എത്തിയിട്ടില്ലാത്ത ഏതെല്ലാം സ്ഥലങ്ങളിലാണ് സുവിശേഷം പ്രസംഗിച്ച് എത്രയോ പേര്, വിജാതീയരായിട്ടൊക്കെയുള്ള ആളുകളെ എത്രയോ പേര് കർത്താവിലേക്ക് വന്നു. അതുകൊണ്ട് ആഗ്രഹിക്കുന്ന ഇടത്തു നിന്നും, നാം ആയിരിക്കുന്ന ഇടത്തു നിന്നും ദൈവം ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് പോകുന്നതായിട്ടുള്ള ഒരു യാത്രയാണ് പുറപ്പാട്. നമുക്കറിയാം, കർത്താവ് ആ വലിയ ശുശ്രൂഷയൊക്കെ ചെയ്ത് അനേകരെയൊക്കെ സൗഖ്യമാക്കിയതിന് ശേഷം പറഞ്ഞു, നമുക്കിവിടെ നിന്ന് പുറപ്പെട്ടു പോകുക, നമുക്ക് ഈ അക്കരയ്ക്ക് പോകാം. ഇങ്ങോട്ടാണ് പോകുന്നത്, ഗദരദേശത്തേക്ക് പോവുകയാണ്. ഗദരദേശത്ത് എന്തിനാണ് പോകുന്നത്? അവിടെ വിഷാദരോഗം അല്ലെങ്കിൽ സ്കിസോഫ്രേനിയ, ഭൂതഗ്രസ്തനായ സ്കിസോഫ്രേനിയ ബാധിച്ച ഒരു വ്യക്തി അവിടെയുണ്ട്, ഭൂതഗ്രസ്തനായ ഒരു വ്യക്തി അവിടെയുണ്ട്. അവനെ സൗഖ്യമാക്കുന്നതിന് വേണ്ടി നാം പോകാം എന്ന് പറഞ്ഞ് കർത്താവ് പോവുകയാണ്. അതുകൊണ്ട് പുറപ്പെട്ടു പോകുന്നത് എപ്പോഴും കർത്താവിൻ്റെ ദൈവശബ്ദം കേട്ട് നാം പുറപ്പെട്ടു പോവുകയാണ്. അധികാലത്തെ ഇരുട്ടോടെ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്തേക്ക് ചെന്നു. പ്രിയമുള്ളവരെ, ഒരു നിർജ്ജന സ്ഥലത്തേക്ക്, പലപ്പോഴും ആൾക്കൂട്ടത്തിലേക്ക് പോകാനാണ് നമുക്ക് താല്പര്യം. സൂം മീറ്റിംഗ് നടത്തുമ്പോൾ തന്നെ എത്ര ആളുകൾ വരുന്നെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആൾക്കൂട്ടത്തിലേക്ക് ആണല്ലോ എല്ലാവരും പോകുന്നത്. എന്നാൽ കർത്താവ് ഒരു നിർജ്ജന സ്ഥലത്തേക്ക് പോവുകയാണ്. ഡെസലേറ്റ് പ്ലേസ്, ഈവൻ ടു എ ഡെസലേറ്റ് പ്ലേസ്. നിർജ്ജനമായ സ്ഥലത്തേക്ക് പോകുന്നതിന് ആർക്കും തന്നെ ആഗ്രഹമില്ലല്ലോ. ഇവിടെ തന്നെ ആണെങ്കിൽ വലിയ മാളുകളുണ്ട്, സിറ്റി സെന്റർ ഉണ്ട്. അവിടേക്കൊക്കെയാണ് ആളുകൾ എപ്പോഴും പോകുന്നത്. അവധി കിട്ടിയാൽ അല്ലെങ്കിൽ വീക്കെൻഡിൽ ഇവിടെ ഡൗൺ ടൗൺ, ഷിക്കാഗോയിലെ ഡൗൺ ടൗൺ, അവിടോട്ടൊക്കെയാണ് ആളുകൾ പോകുന്നത്. ആളുകൾ തിക്കി തിരക്കുന്ന സ്ഥലങ്ങളാണ്, അങ്ങോട്ടാണ് പോകുന്നത്. എന്നാൽ വിജനമായ സ്ഥലത്തേക്ക്, നിർജ്ജന സ്ഥലത്തേക്ക് പോകാനായിട്ട് ആർക്കാണ് താല്പര്യം? എന്നാൽ നമുക്കറിയാം, ഒറ്റപ്പെടലിൻ്റെ, തനിയെ, അങ്ങനെ ജീവിതത്തിൽ തന്നെ പലപ്പോഴും നാം നിർജ്ജന സ്ഥലങ്ങളിലായി പോകും. ആൾക്കൂട്ടമൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ നാം തനിയെ ആയിപ്പോകും. ആൾക്കൂട്ടത്തിന്റെ മധ്യത്തിലായിരിക്കും, പക്ഷേ ഏകാന്തത അനുഭവിക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കും. എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായിട്ടിരിക്കാനാണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം. ധാരാളം പേര് വന്ന് യേശുവിനെ തിക്കി തിരക്കിക്കൊണ്ടിരിക്കുക. ആ സ്ത്രീ വന്ന് ആ തിക്കി തിരക്കിനിടയിൽ കൂടെ സൗഖ്യം പ്രാപിച്ചു. പിന്നീട് യായിറോസിന്റെ മകളെ ഉറപ്പിക്കാനായിട്ട് തിക്കി തിരക്കി അനേകം കാര്യങ്ങൾ നടക്കുക. എന്നാൽ അതിൽ നിന്നൊക്കെ വേറിട്ട് ഒറ്റപ്പെട്ട് ഏകാന്തതയിലേക്ക് പോകാനാണ് കർത്താവ് പലപ്പോഴും ആഗ്രഹിച്ച്. ഏകാന്തതയിൽ പിതാവിനോടൊപ്പം തൻ്റെ സമയം ചെലവഴിക്കുന്നതിനു വേണ്ടി നമ്മുടെ ജീവിതത്തിലും നിർജ്ജനതയുടെ സമയങ്ങൾ, ഏകാന്തതയുടെ സമയങ്ങളുണ്ട്. നമുക്കറിയാം, സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നതിന് ശേഷം അനേകര്, ആ സഭ ആകെപ്പാടെ ചിതറിപ്പോയ സമയത്ത് ഫിലിപ്പോസ് ശമര്യയിൽ ആഗമനം പോയി സുവിശേഷം അറിയിച്ചു. അതിനുശേഷം അദ്ദേഹം വലിയ വലിയ കാര്യങ്ങളാണ് ചെയ്തത്. അനേകർ സുവിശേഷ പ്രസംഗം കേട്ടു, അനേകർ കർത്താവിലേക്ക് വന്നു, അനേകര് സ്നാനപ്പെട്ടു. വലിയൊരു ക്രൂസേഡ് അവിടെ നടക്കുകയാണ്. ആ സമയത്ത് പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിനോട് പറയുകയാണ്, ഫിലിപ്പോസെ, നീ എഴുന്നേറ്റ് ഈ ക്രൂസേഡൊക്കെ നടത്തുന്നതൊക്കെ നിർത്തിയിട്ട് നീ ഗസയ്ക്കുള്ള നിർജ്ജനമായിട്ടുള്ള ആ വഴിയിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആ ചൈതന്യമുള്ള ഫിലിപ്പോസ് ആ പരിശുദ്ധാത്മാവ് പറഞ്ഞത് കേട്ട് അതുപോലെ തൻ്റെ ക്രൂസേഡൊക്കെ നിർത്തിയിട്ട് അതിൽ നിന്ന് മാറി ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോയാണ്. പ്രിയമുള്ളവരെ, അത് സാധാരണ ആര് കണ്ടാലും അതിശയിച്ചു പോകും. ഒരു വലിയൊരു ദൈവവേല ചെയ്യുന്നിടത്ത് നിന്നും, അനേകർ സൗഖ്യമാകുന്നിടത്തു നിന്നും, അനേകർ സ്നാനപ്പെടുന്നതെന്നും മാറി എന്തിനാണ് നിർജ്ജനമായ സ്ഥലത്തേക്ക് പോകുന്നത്? പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് അങ്ങോട്ടാണ് ഫിലിപ്പോസിനെ നയിച്ചത്. എന്നാൽ ആ നിർജ്ജന ദേശത്ത് ആരുടെയും മനസ്സിൽ തോന്നാത്തതുപോലെ എത്യോപ്യ രാജ്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ, ധനകാര്യമന്ത്രി അതുവഴി വരികയായിരുന്നു. എന്നിട്ട് ഫിലിപ്പോസ് സംസാരിച്ച്
അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായി തീർന്ന സ്നാനപ്പെട്ടു. നമുക്കറിയാം, പിൽക്കാല ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം എത്യോപ്യ മുഴുവൻ ഒരു ക്രിസ്തീയ രാജ്യമായിരുന്നു. എത്യോപ്യ മുഴുവൻ ആ ഒരൊറ്റ വ്യക്തിയിലൂടെ ഒരു ക്രിസ്തീയ രാജ്യമായിട്ട് തീർന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അതുതന്നെയാണ്. കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത് നമ്മൾ കേട്ടാൽ നമുക്ക് മറ്റൊന്നും, പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് നമ്മൾ കേട്ടാൽ നമുക്ക് അതനുസരിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ചിന്തകൾക്കൊക്കെ അതീതമായിട്ട് ദൈവം നമ്മെ നടത്തും. ലോകത്തിൽ അതിശയങ്ങൾ ദൈവം ചെയ്യും. പരിശുദ്ധാത്മാവ് പറയുന്നത് കേട്ട് എങ്ങോട്ടാണെങ്കിലും, നിർജ്ജന പ്രദേശത്തേക്കാണെങ്കിലും പോകാനായിട്ട് നമ്മൾ തയ്യാറാകുക എന്നുള്ളതാണ്. അധികാലത്തെ ഇരുട്ടോടെ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് എന്ന് പ്രാർത്ഥിച്ചു. അവസാനത്തെ ആ വാക്കാണ് പ്രാർത്ഥിച്ചു. അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ടതായിട്ടില്ലല്ലോ പ്രിയമുള്ളവരെ. നിരന്തരമായ പ്രാർത്ഥനയാണ്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. കർത്താവ് പറയാണ്, കുറച്ച് സമയം നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം പെട്ടെന്ന് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ മടുത്തു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മടുത്തു പോകാതെ നിങ്ങൾ പ്രാർത്ഥിക്കുക. കോൺസ്റ്റന്റ്, കൺസിസ്റ്റന്റ് പ്രയർ. പൗലോസ് പറയാണ് ഇടവിടാതെ പ്രാർത്ഥിക്കുക. നമ്മൾ ചിന്തിക്കുക അതെങ്ങനെ ഇടവിടാതെ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? ഇടവിടാതെ കർത്താവുമായിട്ടുള്ള നിരന്തരമായ ബന്ധത്തിൽ നിലനിൽക്കുക. കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മളെ മാറ്റിക്കളയുന്ന യാതൊരു കാര്യത്തിലും നമ്മൾ ഒരു നിമിഷം പോലും ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് പൗലോസ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. നമുക്കറിയാം ഈജിപ്തില് യോസഫ് ആയിരുന്ന സമയത്ത് യോസഫ് എന്താണ് പറഞ്ഞത്? ഒരു സാഹചര്യത്തിലായപ്പോൾ യോസഫ് പറഞ്ഞു, ഇല്ല, ദൈവഹിതത്തിൽ നിന്ന് മാറുന്ന ഒരു കാര്യത്തിനും ഒരു നിമിഷം പോലും എൻ്റെ മനസ്സിനെ ഞാൻ വെക്കുകയില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് താൻ ഓടിപ്പോയാണ്. നടന്നുപോലുമല്ല പോയത്, ആ സാഹചര്യത്തിൽ നിന്നും അവൻ ഓടിപ്പോയി എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവവുമായിട്ടുള്ള ആ ബന്ധമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും നമ്മൾ ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് പോലെ ഓരോ കാര്യങ്ങൾ കർത്താവിനോട് ആവശ്യപ്പെടുന്ന, എന്നാൽ ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിൽ നിൽക്കുക. കർത്താവ് പ്രാർത്ഥനയ്ക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുത്തു എന്ന് നമുക്ക് സുവിശേഷത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പുള്ള ആ രാത്രി മുഴുവൻ അവൻ പ്രാർത്ഥിച്ചെന്നാണ് നമുക്കറിയാം. കർത്താവിനറിയാം ഈ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത് എൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ സുപ്രധാനമായിട്ടുള്ള കാര്യത്തിന് മുമ്പ് രാത്രി മുഴുവൻ കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. ശിഷ്യന്മാരെ വിട്ടിട്ട് മലയിലേക്ക് തനിയെ ചെന്ന് പ്രാർത്ഥിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങളുടെ പ്രാർത്ഥനയിൽ വാക്കുകളുടെ പെരുപ്പം കൊണ്ടല്ല, എന്നാൽ ആ പ്രാർത്ഥനയിൽ ദൈവവുമായിട്ടുള്ള ആ നിരന്തരമായിട്ടുള്ള ആ ബന്ധത്തിൽ, ആ പ്രാർത്ഥനയുടെ ഏകാഗ്രതയിലാണ് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത്. ദൈവം ആത്മാവാകുന്നു. പ്രാർത്ഥിക്കുന്നവർ ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. ആത്മാവാകുന്ന ദൈവത്തോട് ആത്മാവിലാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. യൂദായുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ അതിവിശുദ്ധ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുക. ആ വിശ്വാസത്തിലാണ് നിങ്ങൾക്ക് ആത്മീയ വർധന വരുന്നത്. അതുപോലെ തന്നെ ആത്മാവിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. അങ്ങനെയാണ് നമുക്ക് ആത്മീയ വർധന. ആത്മാവിൽ പ്രാർത്ഥിച്ചാണ് നിലനിൽക്കുവാനായിട്ട്, ഈ വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. അല്ലാതെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കൂടുതൽ വാക്കുകൾ കൊണ്ടായില്ലല്ലോ പ്രിയമുള്ളവരെ. ആത്മാവിൽ പ്രാർത്ഥിച്ച് അങ്ങനെ വിശ്വാസത്തിലാണ് നമുക്ക് നിലനിൽക്കാനായിട്ട് കഴിയണം. നമുക്കറിയാം പൗലോസിന്റെ പ്രാർത്ഥനകളൊക്കെ എത്ര വലിയ ഒരു വിഷയമാണ്. പൗലോസിന്റെ പ്രാർത്ഥനകൾ എന്താണ്? ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ വിളിയാലുള്ള ആശ എന്താണെന്ന്, അവൻ്റെ ആ മഹിമാധനത്തിൻ്റെ ആ ആഴം എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലുപ്പം എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എപ്പഫ്രാസ്, കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, എപ്പഫ്രാസ് രാപ്പകൽ അവൻ പ്രാർത്ഥനയിൽ പോരാടുക. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥനയിൽ അവൻ പോരാടുന്നത്? ദൈവഹിതത്തിൽ നിങ്ങൾ നിശ്ചയമുള്ളവരായി തീരണം. അതിനുവേണ്ടി അവൻ പ്രാർത്ഥനയിൽ പോരാടുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കൂടെയുള്ളവർക്ക് വേണ്ടി, നമ്മുടെ ചർച്ചിലുള്ളവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ കർത്താവെ അവനെ ഒരു അവനെക്കുറിച്ചുള്ള ദൈവഹിതം കാണിക്കണമേ, അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? ദൈവഹിതം അവനെ ഒന്ന് കാണിക്കണമേ, അവനെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്നൊന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി
അതിനൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ പ്രിയമുള്ളവർ? നമ്മൾ അവന് നല്ല ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുമായിരിക്കും. എന്നാൽ നമ്മുടെ പ്രാർത്ഥനകൾ എന്താണ്? കർത്താവിൻ്റെ പ്രാർത്ഥന എന്തായിരുന്നു? ആ പിതാവിൻ്റെ സന്നിധിയിൽ, പിതാവുമായിട്ടുള്ള സാമീപ്യത്തിൽ, പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ നിലനിൽക്കുന്നത്. നമുക്കറിയാം, ആ ഒരാളുടെ സാന്നിധ്യത്തിൽ നമ്മൾ ഇരിക്കുമ്പോഴാണ് ആ ആളുമായിട്ടുള്ള ബന്ധം ശക്തമാകുന്നത്, ഇല്ലേ? കൂട്ടുകാർ കൂടുതൽ സമയം ഇരിക്കുമ്പോഴാണ് അവർ കൂടുതൽ കൂടുതൽ കൂട്ടുകാരായി തീരുന്നത്. ഒരു ഭാര്യ ഭർത്താവ് എത്രയോ കൂടെ ഇരിക്കുമ്പോഴാണ് അവർ അന്യോന്യം മനസ്സിലാക്കുന്നത്, അന്യോന്യം ആ ബന്ധം ശക്തമാകുന്നത്, അല്ലേ? ദൈവസന്നിധിയിൽ നമ്മൾ കൂടുതൽ സമയം ഇരിക്കുമ്പോഴാണ് ദൈവവുമായിട്ടുള്ള ആ ബന്ധം നമുക്ക് ശക്തമായിട്ട് തീരുന്നത്, പ്രിയമുള്ളവരെ. അതുകൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിച്ച് കർത്താവുമായിട്ടുള്ള ആ ബന്ധത്തിൽ നമുക്ക് നിലനിൽക്കാം. അവൻ അധികാലത്തെ ഇരുട്ടോടെ എഴുന്നേറ്റ് പുറപ്പെട്ട് നിർജ്ജന സ്ഥലത്ത് എന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് കാണിച്ചതായി ഈ മാതൃക, പ്രിയമുള്ളവരെ, നമുക്ക് തടസ്സങ്ങളെയൊക്കെ അതിജീവിച്ച്, പരിമിതികളെയൊക്കെ അതിജീവിച്ച്, ഞാൻ സൂചിപ്പിച്ച പോലെ കർത്താവിന് യാതൊന്നും ഒരു പരിമിതിയില്ലായിരുന്നു. ആ പരിമിതികളെയൊക്കെ അവൻ അതിജീവിച്ച് പ്രാർത്ഥിച്ച് തന്നിൽ നിക്ഷിപ്തമായിരുന്ന സകലതും അവൻ നിവർത്തിച്ചു, പ്രിയമുള്ളവരെ. അതുകൊണ്ട് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ഈ ജീവിതത്തില് ആ ജീവിതത്തിന്റെ അന്ത്യത്തിൽ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, നിന്നെ ഞാൻ അധികത്തിന് വിചാരകനാക്കും എന്നുള്ള കർത്താവിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥനയിൽ കൂടെ മാത്രമേ നമുക്ക് എന്തിനേയും നേരിടുന്നതിനും അതിജീവിക്കുന്നതിനും സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് പ്രതികൂലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയെല്ലാം നമുക്ക് അതിജീവിക്കാം. ഈ ശക്തിയോടുകൂടെ, കർത്താവ് നമുക്ക് നൽകുന്ന ആത്മാവിന്റെ ശക്തിയോടുകൂടെ നമുക്ക് അതിനായിട്ടൊരു കർത്താവ് തന്റെ ആത്മാവ് മൂലം നമ്മെ എല്ലാം സഹായിക്കട്ടെ.